എൻ്റെ വീട് കയറി ആക്രമിക്കാൻ വരെ വന്നു. പോലീസ് വളരെ പണിപ്പെട്ടാണ് മതിലിൽ വലിഞ്ഞു കയറുന്നവരെ പോലും ഒഴിവാക്കി അന്ന് രാത്രി വിട്ടത്. അപ്പോൾ നമ്മുടെ ആ അനുഭവങ്ങൾ, അതായത് ബേസിക്കലി യു ക്യാൻ ഡയറക്റ്റ് റോ പവർ, തെരുവിൽ കാണാം എന്നുള്ള ഒരു ശക്തി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇലക്ഷൻ ഈ സർക്കാരിന് വേണ്ടി, സർക്കാരിൻ്റെ തുടർഭരണം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിൽക്കുന്നത്, അത് നിയമവിരുദ്ധമല്ലേ? രാഷ്ട്രീയമായിട്ട് സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ബാധ്യത ഉദ്യോഗസ്ഥർക്കില്ല. അത് മത്സരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചെന്ന് പലരും പറഞ്ഞു കേട്ടു. എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അന്വേഷിക്കുന്ന വിരോധമില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ തന്നെ ആ മാഗസിൻ കൊടുത്തേക്കാം. അത് ആർക്കും വായിക്കാവുന്നതല്ലോ. അത് വായിച്ചാൽ അത് കൂലങ്കഷ, അത് ശ്രദ്ധ ചെലുത്തി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ ആക്റ്റബിളായിട്ടൊന്നുമില്ല എന്നുള്ളത്. ഉദ്യോഗസ്ഥന്മാർ ഈ ഭരണത്തിൽ തൃപ്തരാണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തൃപ്തരാണോ? എനിക്ക് ഈ സ്റ്റേറ്റ് സർവീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഞാൻ ഇന്ററാക്ട് ചെയ്തതിൽ നിന്ന് അവർ അതൃപ്തരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 22 ഈ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ മൊത്തത്തിൽ സെൻട്രൽ ഗവൺമെൻറ് അട്ടിമറിച്ചു. സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾ കിഫ്ബി എടുക്കുന്ന കടത്തിൻ്റെ റീപേയ്മെൻറ്റ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഓൺ ഗവൺമെൻറ്, അതായത് CNTG ആണ് അത് ഫ്ലാഗ് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞു തിരിച്ചടയ്ക്കാൻ ആവശ്യമായ തുക നിങ്ങൾ ബജറ്റ് വെച്ചിട്ട് പിന്നെ മറ്റേ ബോറോയിങ് ആയിട്ട് കാണിക്കണോ. അപ്പോൾ പിന്നെ കിഫ്ബിക്ക് പ്രസക്തിയില്ല തിരിച്ചടവിൻ്റെ. അപ്പം നമ്മൾ ആ 3% പുറത്ത് നിന്നതിൻ്റെ അഡ്വാൻറ്റേജ് അങ്ങ് 145 കോടിയാണ് മെഡിക്കൽ കോളേജിനെ കുറിച്ച്. സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും മരുന്ന് ഷോർട്ടേജ് ആവും, എവിടെയെങ്കിലും എക്യുപ്മെൻറ്റ് ഷോർട്ടേജ് ആവും, എവിടെയെങ്കിലും. അപ്പോൾ ഈ സംഗതി കയറി ഫൾമിനേറ്റ് ചെയ്യുമല്ലോ. അപ്പം ഞാൻ മനോഹരമായ കെട്ടിടം പണിതു, പേവാർഡ് പണിതു, തിയേറ്റേഴ്സ് പണിതു, എല്ലാം ചെയ്തു. പക്ഷേ ഈ യൂസ് ചെയ്യാനുള്ള കാനുള്ള സമയത്ത് കിട്ടിയില്ലെങ്കിൽ കുരുങ്ങിയില്ല. ആ സമയത്ത് ഈ 5 ലക്ഷം കോടി കണ്ടെത്തണം. എങ്ങനെയാണ് ഒന്നിച്ച് കണ്ടെത്തണ്ട? അല്ല, ആയിക്കോട്ടെ. എങ്ങനെ അതിന്റെ റീപേയ്മെന്റ് ഈ പറഞ്ഞ 2 ലക്ഷം കോടി നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തെങ്കിലും പലിശ 2029-2030 ആ തുക ഏതാണ്ട് 90,000 കോടിയായിരിക്കും കടം തിരിച്ചടവ്. ഊരാളുങ്കൽ സൊസൈറ്റി CPM-ന്റെ ബിനാമിയാണെന്ന് പറയുന്ന ഒരു ആരോപണമൊക്കെ ഉണ്ട്. അല്ല, അതിന്റെ 5 ഡയറക്ടേഴ്സ് CPM അനുഭാവികളാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഗവൺമെന്റ് ഫയലിൽ തന്നെ അങ്ങനെ പരാതികൾ കിട്ടിയതിനകത്ത് ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഫയൽ കണ്ടിട്ടുണ്ട്. ശരിയാണ്, ഈ സൊസൈറ്റി CPM-ആയിട്ട് അലൈൻഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ശബരിമല പിന്നെ തീർത്ഥാടന സംഘങ്ങളുമായിട്ടും എല്ലാം പോകുന്നവരുമായിട്ടും എല്ലാം ആ ഭക്ത സമൂഹവുമായിട്ടൊരു ലിങ്കുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. അതൊരു കത്തിക്കിടക്കുന്ന ഒരു കനലാണ്. ഇത് ഈ ഇലക്ഷനെ ഒരു നിർണായക ഘടകമായി സ്റ്റിൽ പ്രിവലന്റ്. അതെങ്ങനെ ഇതിനെ ബാധിക്കുമെന്നൊന്നും നിശ്ചയമില്ല. വീട്ടിൽ പോയി ചോദിക്കുക, അല്ലെങ്കിൽ ഇത് വേറെന്തോ സൂക്കേടാണ്, അല്ലെങ്കിൽ 2 ചോദ്യത്തിന് ശേഷം ഇറങ്ങിപ്പോക്കെ, ഇതൊക്കെ ഭൂഷണമാണോ? അത് ചോദിച്ചു കഴിഞ്ഞാൽ നമസ്കാരം. കേരള സിവിൽ സർവീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് B. അശോക് IAS. പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയും സർക്കാരും ഏറ്റവും അധികം ഉപദ്രവിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥൻ. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന തൻ്റെ അധികാരം വിനിയോഗിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹവുമായി ഞാൻ എടുത്ത ഒരു അഭിമുഖമുണ്ട്, ഒരു പോഡ്കാസ്റ്റുണ്ട്. അതിൻ്റെ 1ാം ഭാഗം തിരക്ക് കാരണം ഞാൻ മാറ്റിവെച്ചിട്ട് 2ാം ഭാഗം ആദ്യം കൊടുക്കുകയാണ്. 1ാം ഭാഗം എന്ന നിലയിൽ 1ാം ഭാഗം അദ്ദേഹത്തിൻ്റെ കരിയറിനെക്കുറിച്ചാണ്. IAS പഠിക്കുന്ന കുട്ടികളെ ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. പക്ഷെ അത് ഞാൻ 2ാം ഭാഗമാക്കി മാറ്റി മറ്റൊരു ദിവസം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 2ാം ഭാഗം 1ാം ഭാഗമായി കൊടുക്കുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം ഈ സമൂഹത്തെ എങ്ങനെ വിലയിരുത്തുന്നു, ഈ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു, പൊതുസമൂഹത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. വളരെ വിവാദമായേക്കാവുന്ന ഒരു അഭിമുഖമാണ് ഇതെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങയുടെ ഒരു ലേഖനം വായിക്കുന്നു കേരള ശബ്ദത്തിൽ. അങ്ങ് കേരളകൗമുദിയിലും ലേഖനം എഴുതാറുണ്ട്, പലപ്പോഴും എഴുതാറുണ്ട്. ഞാൻ അതാണ് കണ്ടിട്ട് പലയിടത്തും ഉണ്ടാവാം, കേരളകൗമുദി കാണാറുണ്ട്. കേരളകൗമുദിയിൽ എഴുതിയിട്ട് പലപ്പോഴും അങ്ങയുടെ ലേഖനങ്ങൾ വാർത്തയാവാറുണ്ട്, സർക്കാരിനെതിരെയാണ് എന്ന തരത്തിലൊക്കെ ചർച്ചയാവാറുണ്ട്. ഇപ്പോൾ ഇതാ കേരള ശബ്ദത്തെ ലേഖനവും തുടർഭരണം ഫാസിസത്തിന് കാരണമാകും എന്ന് പറഞ്ഞെഴുതുന്നു. ഫാസിസ്റ്റ് മനോഭാവം ചിലരിൽ സൃഷ്ടിക്കുമെന്ന് കരുതുന്നു. ഇത് പിണറായിക്കെതിരെയുള്ളതാണെന്നും തുടർഭരണം ആവശ്യമില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണെന്നും ഒക്കെയാണ് തോമസ് ഐസക്കിനെ പോലുള്ളവർ വരെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആ ലേഖനത്തിൻ്റെ പശ്ചാത്തലം? അങ്ങേക്ക് എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാരിനെതിരെ എന്ന് തോന്നുന്ന തരത്തിൽ എഴുതാൻ പറ്റുന്നത്? സർക്കാരിനെതിരാവുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതിൽ വരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഞാൻ പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷനിലാണ് PhD ചെയ്തത് 2024. എൻ്റെ ടോപ്പിക്ക് അത് തന്നെയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ അത് ചെലുത്തുന്ന സ്വാധീനവും ആണ് പഠിച്ചത്. അത് പ്രത്യേകിച്ച് 2021 കോവിഡിൻ്റെ സമയത്തുള്ള കാര്യങ്ങളാണ് ഡേറ്റ ഇതിൽ പഠിച്ചത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഈ ആൻറ്റൈ ഇൻകംബൻസി എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം എന്നാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നത്. പക്ഷേ അതൊരു എക്സാക്റ്റ് തർജ്ജമ അല്ല. ആരോ പത്രഭാഷ നിങ്ങളാരോ കയറി ഉപയോഗിച്ചത് അങ്ങ് വികാരം, അതിൽ വികാരമൊന്നുമില്ല.
ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് ഏത് ഗവൺമെൻറ്റും സത്യപ്രതിജ്ഞ ചെയ്താൽ ആ നിമിഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങൾ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും എല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഫെമിലിയറായി. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. പരിചിതത്വത്തിൻ്റേതായ ഒരു വിഷയം അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യും. ഒരു ഗവൺമെൻറ്റിനും ലഭ്യമായ വിഭവങ്ങൾ വെച്ചുകൊണ്ട് പ്രോമിസ് ചെയ്തതെല്ലാം പറഞ്ഞ സമയത്ത് വേണ്ടോണം ഡെലിവറി ചെയ്യുന്നതിൽ പ്രശ്നവും വരും. ഇത് സാധാരണ ക്ലാസിക് തിയറി പറയുന്നത് സർക്കാർ അതിൻ്റെ 5 കൊല്ലത്തെ ടേം ആണെങ്കിൽ ഒരു 2.5-3 കൊല്ലം എത്തുമ്പോൾ തന്നെ ആൾക്കാർ ഡിസൊല്യൂഷൻ എടുത്ത് അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം അങ്ങനെ വരും. അതിനെയാണ് നമ്മൾ ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടത്. ആൻറ്റി ഇൻകംബൻസി കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ വിരുദ്ധതയുണ്ട് എന്ന് പറയുന്നുള്ളതാണ്. അത് എല്ലാ ഗവൺമെൻറ്റും അണ്ടർഗോ ചെയ്യുന്നൊരു സാധനം തന്നെയാണ്. ഞാൻ ഉദാഹരണത്തിന് നമ്മൾ ഷീലാ ദീക്ഷിത്തിൻ്റെ ഡൽഹി ഗവൺമെൻറ് 3 വട്ടം സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യത്തെ 2 ഗവൺമെൻറ്റും അത്യാവശ്യം പോപ്പുലറായിരുന്നു. പക്ഷേ 3-ാം ഗവൺമെൻറ്റിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ. അഭയ കേസ്, സ്ത്രീ സുരക്ഷ, നിർഭയ കേസ്, അതോടുകൂടിയിട്ട് ടംബിൾ ചെയ്ത് എന്ത് സംഭവിച്ചു. അപ്പോൾ അന്ന് ഷീലാ ദീക്ഷിത്തിനെ എനിക്ക് സോഷ്യലി അറിയാം ഇൻ ദാറ്റ് സെൻസ്. 3-ാം ടേം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവർ സംസാരിച്ച് പറഞ്ഞത് ഇത് വളരെ ഐ എം ഓൺ എ സ്ലിപ്പറി സ്ലോപ്പ്. കാരണം once is fine, once is perfect, second is all right, third is impossible. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അൺഫോർസീനായിട്ട് ഈ സ്ത്രീ സുരക്ഷയുടെ ഇഷ്യൂ കയറി വരുന്നു. ആരും നനച്ചിരിക്കാതെ ഈ ഒരു കേസ് കയറി അടിക്കുന്നു. സത്യത്തിൽ ആ കേസ് ഇഫ് യു റിമെമ്പർ ദാറ്റ് പീരിയഡ്, അണ്ണാ ഹസാരെ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഴിമതി, അത് ഇത് മറ്റേ മോദിയുടെ 14 അധികാരമാറ്റത്തിന് പിന്നെ കോൺഗ്രസ് ഡൽഹിയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇറ്റ് ജസ്റ്റ് ഫിസിൽഡ് എവേ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ അവർ പറഞ്ഞ വളരെ പെർസെപ്റ്റീവായിട്ടാണ് അവർ പറഞ്ഞത്. അവർ പിന്നെ കേരള ഗവർണറായിരുന്നു, പേഴ്സണലി പറഞ്ഞ കാര്യം. അതെ, കെ വി തോമസുമായിട്ട് വളരെ അടുപ്പമാണ് ഇൻ ദാറ്റ് സെൻസ്. അപ്പോൾ അവർ പറഞ്ഞ ഞാൻ കേൾക്കെ തന്നെ അവർ പറഞ്ഞാണ് തോമസ് 3rd ടൈം ഇസ് ലീതൽ, എങ്ങനെ കലാശിക്കുമെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആൻറ്റി ഇൻകംബൻസിയുടെ പ്രിൻസിപ്പിൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഈവൻ ദ ബെസ്റ്റ് ഗവൺമെൻറ് വിൽ ഫൈൻഡ് ഇറ്റ്. നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുത്താൽ പോരെ. സെൻട്രൽ ഗവൺമെൻറ് തേർഡ് ടേം ഇലക്ഷൻ മീറ്റ് ചെയ്തപ്പോൾ 350 കിട്ടുമെന്നല്ലേ പ്രതീക്ഷിച്ചു. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ദാറ്റ് വേ. അതും അതിൻ്റെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള UP അല്ലേ അന്ന്. ഇതാണ് ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത്. ജനങ്ങളിൽ വരുന്ന സ്വാഭാവികമായിട്ട് വരുന്ന അതൃപ്തി എന്നുള്ളതാണ്. അതിന് സർക്കാരൊന്നും തെറ്റായിട്ട് ചെയ്യണമെന്നില്ല. ഇല്ല. അപ്പോൾ അങ്ങ് ഉദ്ദേശം എന്താണ്? അല്ല, ഇപ്പം ഞാൻ പറഞ്ഞ ഇതാണ്. അതായത് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഭരണ തുടർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലില്ല. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 75 എടുത്തു നോക്കിയാൽ പാർലമെൻറ്റിൻ്റെ ടേം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. 5 കൊല്ലം പൂർത്തിയാവുന്ന ദിവസം പാർലമെൻറ്റ് നേരത്തെ പിരിച്ചു വിട്ടില്ലെങ്കിൽ. അതുപോലെ 172 എടുത്തു നോക്കിയാൽ സ്റ്റേറ്റ് അസംബ്ലിയുടെ പീരീഡ് 5 കൊല്ലമേ ഉള്ളൂ, നേരത്തെ പിരിച്ചു വിട്ടില്ലെങ്കിൽ. അപ്പോൾ മെയ് 23 ഇപ്പോഴത്തെ 15ാമത്തെ അസംബ്ലിയുടെ ടേം കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിയററ്റിക്കലി പറയാം ഇതേ MLA മാർ മത്സരിച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നവർ തുടരും MLA മാരായിട്ട്. പക്ഷേ അവർ എൻ്റർ ചെയ്യുന്ന ഒരു പുതിയ അസംബ്ലിയാണ്. കഴിഞ്ഞ അസംബ്ലിയുടെ ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസ് തന്നെ അവിടെ കഴിഞ്ഞു. ഏതെങ്കിലും ബില്ല് പാസ്സാകാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്നേന്ന് പുതിയ അസംബ്ലി കൊണ്ടുവരണം. കാരണം ബാക്കി മെമ്പേഴ്സ് അത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണ തുടർച്ച എന്നുള്ളത് നമുക്കൊരു ഗവൺമെൻറ്റിന് ഒരു മുദ്രാവാക്യമായിട്ട് രാഷ്ട്രീയമായിട്ട് പറയാം. പക്ഷേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് ദർ ഇസ് നോ സച്ച് തിങ്. ഇറ്റ്സ് എ ന്യൂ ഗവൺമെൻറ് യു അഡ്രസ്. ഒരേ വ്യക്തി ഇപ്പം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടായിരുന്ന 3-4 വ്യക്തികളാണ് അതിന് മുമ്പത്തെ ഗവൺമെൻറ്റിലും ഉണ്ടായിരുന്നത്. ബാക്കി മിനിസ്റ്റേഴ്സ് പോലും പുതിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണ തുടർച്ച എന്നുള്ളത് പത്രഭാഷയിലും രാഷ്ട്രീയക്കാർക്കും പറയാമെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് അത് ബാധകമല്ല. ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഭരണ തുടർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഇംപ്ലിസിറ്റായിട്ട് പറയുന്നത് പ്രതിപക്ഷം തോക്കണമെന്നല്ലേ. അങ്ങനെ പറയാൻ പറ്റുമോ? മനസ്സിലായി. ഇവിടെ 280 സ്ഥാനാർത്ഥിയല്ലേ പോട്ടെ, 3 ഫ്രണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ 140 ഗുണം 3 പേര് സീരിയസ് ആയിട്ട് മത്സരിക്കുന്നുണ്ടല്ലോ. ഇൻഡിപെൻഡൻസിനെയും മറ്റുള്ളവരെയും വിട്ടാൽ തന്നെയും. അപ്പോൾ ശരിക്കും ഒരു ഓഫീസർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കോണ്ടക്റ്റ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മറ്റോ അല്ല തുടർ ഭരണം വേണ്ടതാണ്, അതാണ് നല്ലതെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല അതാണ് അഭിലഷണീയമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാനതിനോട് കൂട്ടിച്ചേർത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒരേ ആളുകൾ അധികാരം കൈകാര്യം ചെയ്തു വരുമ്പോൾ നമ്മൾ കണ്ടേക്കുന്നത്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടേക്കുന്നതെന്ന് പറയുന്നത് ഈ പാർശ്വവർത്തികളും എല്ലാം ഭാഷയും ശൈലിയും എല്ലാം മാറ്റും. അത് നമ്മൾ നേരിട്ട് നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻകാർ നമ്മളോട് ഇടപെടുന്നതും സമൂഹത്തിൽ നമ്മൾ കാണുന്ന മറ്റു ചില കാര്യങ്ങളോ നേരത്തെ പറഞ്ഞില്ലേ, സിദ്ധാർത്ഥൻ്റെ മാറ്ററും അക്കൗണ്ടബിലിറ്റി ഒന്ന് ലൂസാവും. അപ്പോൾ പിന്നെ എന്ത് നടക്കുമെന്നുള്ളൊരു തോന്നൽ, ഒരു ലോട്ട് ടു യുവർ സെൽഫ്സ് പ്രവർത്തിക്കാനുള്ള ലോ ആൻഡ് ജസ്റ്റിസിനകത്ത് വരുന്ന വീക്ക്നെസ്സുകൾ, ഇതെല്ലാം അതാണ് ബംഗാളിലും കണ്ടത്. ഒരു സ്റ്റേജ് വരുമ്പോൾ, കാരണം ഈ തുടർച്ചയായിട്ട് അധികാരമുള്ള സ്ഥലത്തേക്ക് എന്ത് സംഭവിക്കും,
സോഷ്യോളജിക്കലായിട്ട് സമൂഹത്തിലെ നമുക്ക് അത്ര താല്പര്യമില്ലാത്ത എലിമെൻറ്റ്സ് അതിനെ പിടിച്ചെടുക്കും. സ്ട്രിക്ട്ലി പറഞ്ഞാൽ ലുംപനൈസേഷൻ എന്നതിന് പറയുക. ബംഗാളിലൊക്കെ സംഭവിച്ചതാണല്ലോ, പാർട്ടി യൂണിറ്റുകൾ എല്ലാ സ്ഥലത്തും പ്രാദേശിക ക്രിമിനലുകളുടെ നിയന്ത്രണത്തിൽ വന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ജനം അകലും. ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഫാസിസ്റ്റ് മനോഭാവം എന്ന് പറയുന്നത്, ഫാസിസ്റ്റ് മനോഭാവം വേറൊന്നുമല്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കണ്ട, മനസ്സിലായി, ഒരു ചോദ്യം ചോദിക്കണ്ട, ഞാൻ പറയുന്നത് ചെയ്തേച്ചാൽ മതി. ഇതാണ്. അപ്പം അതിനകത്ത് അത്ര വിപ്രതിപത്തി കാണിക്കേണ്ട കാര്യമില്ല. വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം നമ്മുടെ ലിവ്ഡ് എക്സ്പീരിയൻസ് ആണത്. ഇപ്പം എനിക്ക് തന്നെ നേരിട്ടിട്ടുള്ള കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റിയിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളും നമ്മളോട് സംസാരിക്കുന്ന ശൈലിയും ഉപയോഗിക്കുന്ന ഭാഷയും. ഇപ്പം തന്നെ ഫേസ്ബുക്കിൽ, പിന്നെ ഞാൻ വലിയൊരു ഫേസ്ബുക്കറൊന്നുമല്ല, പക്ഷേ ഈ ലേഖനം വന്നതിന് ശേഷം പ്രതികരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന അതിനെ അധിക്ഷേപിക്കാനുള്ള പ്രവണത. ഇപ്പം ഫിലിം സ്റ്റാറായിട്ടുള്ള മമ്മൂട്ടി സാധാരണഗതിയിൽ ആരും അധിക്ഷേപിക്കില്ല, അങ്ങനെയുള്ളൊരു സ്റ്റാച്ചറുള്ള ഇതാണ്. പക്ഷെ അതേ അവിടെ പോയപ്പോൾ കണ്ടത് പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടത്, നമ്മളിപ്പോൾ ഒരു സിനിമാ താരം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രോജക്റ്റ് കാണാനായിട്ട് പോയി, നമ്മളാരെയും അവിടെ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ അവിടെ കൂടെ വന്ന ആളുകൾ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളിപ്പോൾ നിൽക്കണ്ട. അതിനകത്തൊരു അപകടം അദ്ദേഹം കണ്ടതുകൊണ്ടാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനുഭവം മോശമായിരുന്നല്ലോ. അവസാനം ഒരു ക്ഷമാപണം നമ്മളൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ മനോഭാവത്തെ സൂചിപ്പിച്ചത്, ദാറ്റ് ഈസ് ലോ അൺ ടു ദംസെൽവ്സ്. അത് അപകടമാണ്. അല്ല, ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കാം. ഈ നേഴ്സുമാരുടെ സമരത്തിന് ഞാൻ നേതൃത്വം കൊടുക്കാറുണ്ട്. അപ്പോൾ വലിയൊരു സമ്മേളനം ഞങ്ങൾ തിരുവനന്തപുരം നടത്തിയിരുന്നു. 20,000-ഓളം നേഴ്സുമാർ പങ്കെടുക്കുന്നൊരു പരിപാടി. അന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇടിച്ചു കയറി നിൽക്കുന്നു. ഞാൻ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആളാണ്. പക്ഷേ അപ്പോഴാണ് ആരോ എന്നോട് പറയുന്നത്, ഇയാൾ റിക്രൂട്ട്മെൻറ്റ് ഏജൻ്റാണെന്ന്. ഓഹോ. അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, റിക്രൂട്ട്മെൻറ്റുകാരനാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യത്തെ മാറി നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു, ഈ തരത്തിലേക്ക് വ്യാഖ്യാനിക്കാം അല്ലേ, അങ്ങനെ ആവുമ്പോൾ മമ്മൂട്ടിയുടെ കാര്യം സംഭവിക്കും. എനിവേ, അങ്ങ് മുമ്പേ പറഞ്ഞ ബംഗാളിൽ പാർട്ടി ഘടകങ്ങളെല്ലാം ക്രിമിനലുകൾ പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെയും ആയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതത്ര രൂക്ഷമായി വന്നിട്ടില്ല. പക്ഷേ ഇത് ഹോൾ പോയിന്റ് ഈസ് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് പ്രധാനമായിട്ടും മമ്മൂട്ടിക്ക് സംഭവിച്ചത്, എൻ്റെ തന്നെ വ്യക്തിപരമായ പിന്നെ എക്സ്പീരിയൻസ് യൂണിവേഴ്സിറ്റിയിലുള്ളത്, ഭാഷയും സ്വരവും ഒക്കെ പിന്നെ വളരെ എളുപ്പം ഒരു അധിക്ഷേപത്തിൻ്റെ രീതിയിലോട്ട് സ്വിച്ചിട്ടതുപോലെ പോകുന്നുണ്ട്. നിരവധി അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ SFIയുടെ പഴയ പ്രസിഡൻ്റായിരുന്ന ആൾ പിന്നെ സെക്രട്ടേറിയറ്റിൽ വന്ന് ഞാനുമായിട്ട് വലിയൊരു സീൻ അവിടെ ഉണ്ടാക്കി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അതിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ പിന്നെ അധികാരമുണ്ട്, രാഷ്ട്രീയമായിട്ട് അധികാരമുണ്ട്, അതുകൊണ്ട് ആരുടെ പേരും വെക്കിട്ട് കയറാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഫീ വർധനയുമായിട്ട് സംബന്ധിച്ച് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള സമരങ്ങൾ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ, പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കരിങ്കൊടി കാണിച്ച ഇഷ്യൂ വലിയ ഇതായിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഭരണകൂടത്തിന് നേരെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഏറ്റവും സിവിയറായിട്ട് ഇടപെടുക, വധശ്രമത്തിന് കേസുണ്ടാകുക. അത് വധശ്രമമാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഞാനൊരു 4 വധശ്രമത്തിന് കേസ് കൊടുക്കണം. എൻ്റെ വീട് കയറി ആക്രമിക്കാൻ വരെ വന്നു. പോലീസ് വളരെ പണിപ്പെട്ടാണ് മതിലിൽ വലിഞ്ഞു കയറുന്നവരെ പോലും ഒഴിവാക്കി അന്ന് രാത്രി വിട്ടത്. അപ്പോൾ നമ്മുടെ ആ അനുഭവങ്ങൾ, അതായത് ബേസിക്കലി യു ക്യാൻ ഡയറക്റ്റ് റോ പവർ, തെരുവിൽ കാണാം എന്നുള്ള ഒരു ശക്തി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് അൺഫോർച്ചുനേറ്റ്ലി നേരത്തെ സൂചിപ്പിച്ച സിദ്ധാർത്ഥൻ്റെ എപ്പിസോഡ്. എൻ്റെ ഒരു അനുഭവം മറക്കരുത്. ഞാൻ തൊടുപുഴ ടൗണിൽ വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് ആ വണ്ടിയെ വന്ന് ഇടിക്കുന്നു. ഒരു വണ്ടി കൊണ്ട് എൻ്റെ വണ്ടി ഇടിച്ച് ഒതുക്കിയിട്ട് എൻ്റെ വണ്ടി തുറന്നിട്ട് എന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ് റോഡിലിട്ട്. അപ്പം ഞാൻ വണ്ടിയുടെ വെളിയിലേക്ക് എന്നെ വലിച്ചിറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എനിക്ക് വണ്ടിയുടെ വെളിയിലേക്ക് ഇറങ്ങാൻ എൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന കാരണം വെളിയിൽ കൊണ്ടുപോകുന്നില്ല. 2 വശത്തും കയറി എന്നെ ഇടിച്ചിട്ട് എൻ്റെ മൂക്കിൽക്കൂടെയും വായിക്കൂടെയും ചോര ഒലിക്കുന്നു. എന്നിട്ട് ഒരു വിധത്തിലാണ് അവരെന്നെ വല്ലാതെ ഉപദ്രവിച്ച്. ഓർക്കണം, CPM ഗൂൺസാണ് ഉപദ്രവിച്ച്. ഞാൻ ആശുപത്രിയിലായിരുന്നു 4-5 ദിവസം. ഇവരെ കൊണ്ടുപോയി പോലീസ് പിടിച്ചു, പോയി പിടിച്ചു. പക്ഷേ വധശ്രമം ഉൾപ്പെടുത്തിയില്ല. തെരുവിൽ കിടന്ന് അടി വെച്ചു എന്നാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ലഘുവായ വകുപ്പുകളാണോ അത്? ആലോചിച്ച് നോക്കിയേ. അവർക്ക് അന്ന് തന്നെ ജാമ്യം കിട്ടിപ്പോയി. അവിടെയാണ് മുമ്പ് സൂചിപ്പിച്ച ഈ കണ്ണൂരിലെ കരിങ്കൊടി വധശ്രമമായി മാറുന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവമൊരു വിഷയം തന്നെയാണ്. ഞാനിതിൻ്റെ ലിറ്ററേച്ചർ എടുത്ത് വായിച്ചപ്പോൾ, ഈ നമ്മുടെ ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഒരുപാട് അതോറിറ്റേറിയൻ റിജീംസ് ഉണ്ടല്ലോ. സിംഗപ്പൂർ, ഹോങ്കോങ്, മലേഷ്യ, ഇവരൊക്കെ പുരോഗമന ഓപ്പൺ കൺട്രീസാണെന്ന് പറയുന്നെങ്കിലും അവിടെയൊക്കെ പ്രാക്ടിക്കലി അവരുടെ പ്രൈം മിനിസ്റ്റേഴ്സും ഒക്കെ അതോറിറ്റേറിയൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ ഡെപ്തിൽ പഠിച്ച ആൾക്കാർ പറയുന്നത്, ചൈനയിലും അതെ, സെലക്റ്റീവ് യൂസ് ഓഫ് ദ റൂൾ ഓഫ് ലോ ഈ അതോറിറ്റേറിയനിസത്തിൻ്റെ ഒരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ളൊരു പോർഷനാണ്. അത് കറപ്ഷന് ചൈനയിലെ ആൾക്കാരെ ശിക്ഷിക്കും, പക്ഷേ ഭരണകൂടത്തിനോട് അടുത്ത ആൾക്കാരെ സംരക്ഷിക്കും,
ഭരണകൂടത്തിന് വെളിയിലോട്ട് ഓർബിറ്റിന് വെളിയിൽ പോകുന്നവനെ കറപ്ഷൻ കേസിൽ പിടിച്ച് അവിടെ പിന്നെ വധശിക്ഷയൊക്കെ ഉണ്ട് കറപ്ഷന് തട്ടും. ഈ ഒരു പരിപാടി നീ സെലക്റ്റീവ് യൂസ് ഓഫ് റൂൾ ഓഫ് ലോ ഒരു അതോറിറ്റേറിയൻ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് നമ്മൾ നമുക്ക് അത് നേരിടേണ്ടതായിട്ട് വരും. ഈവൻ നവീൻ ബാബുവിൻ്റെ കേസ് തന്നെ നല്ലൊരു ക്ലാസിക് എക്സാമ്പിൾ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് എപ്പോഴും ഇപ്പം നിങ്ങളെ എന്നെ കായികമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പല അവസരത്തിൽ വന്നു. പക്ഷേ പോലീസ് ആ സമയത്ത് ഇടപെട്ടതുകൊണ്ടും മറ്റു രീതിയിൽ അത് പിരിച്ചുവിടുന്നു. നവീൻ ബാബുവിൻ്റെ കേസിൽ അധിക്ഷേപമാണ്. ഇപ്പം അധിക്ഷേപമാണ് ഇതിൽ ഏറ്റവും എളുപ്പമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അഭിപ്രായം പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു 10 പേര് കയറി വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും. കഴിഞ്ഞ ദിവസം ഒരാളൊരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസറിൻ്റെ കുറേ പോസ്റ്റുകൾ എനിക്ക് അയച്ചു. അങ്ങേയറ്റത്തെ ക്രാസ് വെച്ചാൽ അച്ചടിക്കാൻ പര്യാപ്തമല്ലാത്ത ഭാഷ, ലൈംഗിക അവയവങ്ങളുടെയൊക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് 3 ദിവസമായിട്ട്. എനിക്കത് അപ്പോൾ അയാൾ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത സാമാന്യ വാർദ്ധക്യത്തിലെത്തിയ ഒരു പ്രൊഫസറാണ് എന്ന് കോഴിക്കോട് നിന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ വളരെ അതിശയിച്ചു. ഒരു മനുഷ്യൻ ഇത്ര അന്ധനാവാൻ സാധിക്കുമോ? ഫാസിസം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. അപ്പോൾ അത് ഒരു പേഴ്സണലി ടോട്ടലി അഗ്രീവ്ഡാണ് അതിനകത്ത്. പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത് നമ്മുടെ സമൂഹത്തിലൊരു പ്രത്യേകതയാണ്. അത് പ്രകടമായി ഒരു പോയിൻ്റ് ഉള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻ്റ് ഇല്ലെന്ന് വേണേൽ പറയാം. പക്ഷേ ഉടനടി ആ വ്യക്തി മോശമാണെന്ന് സ്ഥാപിക്കാനാണ് പരിശ്രമം. ഇത് പറയാൻ ഇവൻ ആരാ എന്നുള്ളതാണ് സംശയം. ചോദ്യം ചോദിക്കാൻ ഫാഷിസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യം ചോദിക്കാൻ അവകാശമില്ലാത്ത സൊസൈറ്റി എന്നേ അർത്ഥമുള്ളൂ. ഇതിപ്പോൾ സംഗതി ഈ നോർത്ത് കൊറിയയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. 99.5% കിം ജോങ് ഉന്നിനാണ് വോട്ട്. കാരണം ആരും അയാൾക്കെതിരെ നിൽക്കാൻ ഇല്ല. 20 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ മകള് അവിടുത്തെ ആർമിയുടെ ജനറലാണ്. ഒന്നാലോചിച്ചു, 20 വയസ്സ്. അവിടുത്തെ 60-65 വയസ്സുള്ള സീനിയർ ജനറൽമാരെല്ലാം ഈ കുട്ടിയെ കാണുമ്പോൾ ഇങ്ങനെ സല്യൂട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, അങ്ങൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്, അങ്ങേക്കൊരു വളയമില്ല, അങ്ങേക്ക് എങ്ങനെയാണ് സർക്കാരിനെ വിമർശിക്കാൻ? ഞാൻ സർക്കാരിനെ എവിടെയും വിമർശിച്ചില്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ഞാൻ പറയുന്നത് ഇപ്പം അങ്ങ് ലേഖനം എഴുതി അല്ലെങ്കിൽ പറയുന്നു എന്ന് പറയുന്ന തുടർഭരണം, ഞാൻ പറഞ്ഞില്ലേ, തുടർഭരണം വേണമെന്ന് സർക്കാരിന് പറയാൻ പറ്റില്ല. സർക്കാരിലെ ഒരു ഇൻഡിവിജ്വലിനും പറയാൻ പറ്റില്ല. കാരണം അയാൾ ഭരണഘടനയുടെ വളയത്തിനകത്ത് നിൽക്കണം. തുടർഭരണം വേണ്ടെന്ന് അതൊരാഗ്രഹമാണ്. അല്ല, തുടർഭരണം വേണ്ടെന്ന് അങ്ങും പറയുന്നില്ല അല്ലേ? വേണ്ടെന്ന് ഞാനും പറയുന്നില്ല. തുടർഭരണം എന്നൊരു സാഹചര്യത്തിനെ കുറിച്ച് നമ്മൾ തിയററ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷണലി ഒരു തുടർഭരണവും ഇല്ല, പുതിയ ഭരണമേ ഉള്ളൂ. അപ്പോൾ ഇരിക്കുന്ന ആളിന് ഞാൻ വീണ്ടും MLA ആവും, മന്ത്രിയാവും, മുഖ്യമന്ത്രിയാവും പറയാനുള്ള അവകാശമുണ്ട്. അത് പത്രഭാഷയിൽ അടിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ കേട്ടത്, ചില ഇതിന്ന് കേട്ടത്, ഈ ഭരണാനുകൂല സംഘടനകളുടെ യോഗത്തിൽ ഇങ്ങനെ തുടർഭരണമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു എന്നാണ് സെക്രട്ടേറിയറ്റിൽ. അവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും എഴുന്നേറ്റ് പറഞ്ഞില്ല, സോറി എനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ തടസ്സമുണ്ട്, കാരണം ഞാൻ തുടർഭരണത്തിന് വേണ്ടി പ്രയത്നിക്കാൻ എനിക്ക് മാൻഡേറ്റ് ഇല്ല, പറ്റത്തില്ല. ഒരു ഞാൻ സർവീസിൽ വന്ന സമയമായിരുന്നെന്നുണ്ടെങ്കിൽ ഈ വിവരം അറിഞ്ഞെങ്കിൽ തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറി വിളിച്ചിട്ട് ഉദ്യോഗസ്ഥരാരും ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞേനെ. കാരണം സിസ്റ്റം വാണ്ടഡ് ടു ബി ടോട്ടലി ന്യൂട്രൽ. അങ്ങനെയായിരുന്നു അന്ന്. എന്താ സംശയം? ഞാൻ പ്രവർത്തിയെടുത്ത 3-2 ചീഫ് സെക്രട്ടറിമാരും രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടക്കുന്ന ഒരു യോഗം അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് പിന്നെ അത് വിലക്കുമായിരുന്നു അതിനകത്ത് ഉണ്ടത്. പക്ഷേ ആ കാലം മാറിയെന്ന് തോന്നുന്നു. പ്രാക്ടിക്കലായിട്ട് തന്നെ പിന്നെ തുടർഭരണമാണ് ലക്ഷ്യം. അത് മാത്രമല്ല, നമ്മൾ കാണുന്നില്ലേ, ഒരു മാസീവ് പ്രൊപ്പഗാൻഡ വർക്ക് വരുമ്പോഴത് ഓഫീസേഴ്സ് പങ്കെടുക്കാതെ വരത്തില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ഷൻ ഈ സർക്കാരിന് വേണ്ടി, സർക്കാരിൻ്റെ തുടർഭരണം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിൽക്കുന്നത്, അത് നിയമവിരുദ്ധമല്ലേ? രാഷ്ട്രീയമായിട്ട് സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ബാധ്യത ഉദ്യോഗസ്ഥർക്കില്ല. അത് മത്സരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. സ്ഥാനാർത്ഥിയുടെ ജോലി ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചോദിക്കുക, അതിനകത്തൊരു വലിയ ഡൈക്കോട്ടമി ഇല്ലേ? നമ്മൾ രാവിലെ യോഗം കൂടിയിട്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിലുള്ള ആളുകളെ വീണ്ടും വിജയിപ്പിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനുശേഷം പിറ്റേന്ന് രാവിലെ പോയി നിഷ്പക്ഷമായിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊരു നിഷ്പക്ഷ പ്രവൃത്തിയാവുമോ? ഇലക്ഷൻ മെഷീനറി അവർ തന്നെയല്ലേ? അല്ല, ഇത് ചൂണ്ടിക്കാട്ടാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും പറ്റുന്നില്ലല്ലോ. അതിപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. സൂക്ഷ്മമായിട്ട് നോക്കണം. അത് എല്ലാ വിവരങ്ങളും എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാനൊരു സ്പെസിഫിക് എക്സാമ്പിൾ പറയാം. ശ്രദ്ധിച്ച് കാണും, വളരെ ഈ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം വളരെ പ്രചണ്ഡമായിട്ട് ഗവൺമെൻറ് പബ്ലിസൈസ് ചെയ്തു ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങൾ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു പരസ്യം ഹിന്ദുവിൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ വന്നത്, ഫ്രണ്ട് പേജിൽ വന്ന പരസ്യം കേരള സ്റ്റേറ്റ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരസ്യം 2016 ഇരുണ്ട കാലത്തെക്കുറിച്ചാണ്. ആ കാലം വളരെ മോശമായിരുന്നു, 26 വളരെ മെച്ചപ്പെട്ടു. അപ്പോൾ അതിൽ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2016 PRDയും ഞങ്ങളും എല്ലാം ഗവൺമെൻറ്റിലുണ്ട്.
11 തൊട്ട് 16 വരെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നു. ആ ഗവൺമെൻറ് അത്ര മോശമായിരുന്നില്ല. അത് ചില കുഴപ്പങ്ങളിൽ പോയെങ്കിലും ചില പ്രശ്നങ്ങൾ വന്നെങ്കിലും ഇപ്പം നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിഴിഞ്ഞം ടെർമിനൽ, വല്ലാർപാടം, കണ്ണൂർ എയർപോർട്ട്, കൊച്ചി മെട്രോ, ഇതിൻ്റെ എല്ലാം ആധാരശില ആ ഗവൺമെൻറ്റാണ് ഇട്ടത്. അപ്പോൾ അതിനൊരു ഇരുണ്ട കാലം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിൽ വേറെയും ഒരു പ്രശ്നമുണ്ട്. അത് വെച്ചാൽ ആ ഫ്രണ്ട് പേജിൽ കളക്ട് ചെയ്തതെല്ലാം ആ കാലത്ത് ചില ന്യൂസ് പേപ്പേഴ്സ് ഈ അവരുടെ പത്രത്തിൻ്റെ അകത്തെ താളുകളിൽ അപ്രധാനമായിട്ട് അടിച്ച ചില വാർത്തകളാണ് ഗവൺമെൻറ് പണം ഉപയോഗിച്ചും കൊണ്ട് ഹിന്ദുവിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് ഗവൺമെൻറ് ഓഫീസർ തന്നെ കൊണ്ടുവന്ന് പ്രിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ PRDയുടെ ഒരു ക്ലാസിക്കൽ ജോലി എന്താണ് ഗവൺമെൻറ്റിൻ്റെ? ഗവൺമെൻറ്റിനെതിരെ ഒരു റിപ്പോർട്ട് വന്നാൽ അത് വിശദീകരിക്കുക, അത് ക്ലാരിഫൈ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പകരം നമ്മൾ വേറൊരു ഡേറ്റിലാണെങ്കിൽ പോലും പ്രധാനമായി കിടന്ന റിപ്പോർട്ട് ഫ്രണ്ട് പേജിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് മെറിറ്റ് അല്ല എന്നുള്ളത് വ്യക്തമല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥനായി നിൽക്കാൻ പാടില്ല, ചെയ്യാനൊക്കില്ല, വിത്തൗട്ട് ഇൻഫ്രിഞ്ചിങ് യുവർ കോണ്ടാക്ട് റൂൾസ്. ഇപ്പോൾ നിങ്ങൾ വിമർശിച്ചില്ലേ സർക്കാരിനെ? കാരണം 16-ലെ സർക്കാരും 26-ലെ സർക്കാരും ഗവർണർ ഓഫ് കേരളയല്ലേ അതിൻ്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. അതെവിടെയോ വിട്ടുപോയി. ഈ ഉദ്യോഗസ്ഥരൊന്നും തന്നെയാണ്, ഓൾമോസ്റ്റ് തുടർച്ചയാണ്. ഈ അടിക്കുന്നവരൊക്കെ അന്നും ഉണ്ടാവുമല്ലോ. 16-ന് ശേഷം സർവീസിൽ വന്നവരൊഴിച്ച് എല്ലാവരും ഒന്നും ഉണ്ടാവുമല്ലോ. അറ്റ്ലീസ്റ്റ് PRDയുടെ സെക്രട്ടറി, ചുമതലയുള്ള സെക്രട്ടറി 16-ലും ഉണ്ടല്ലോ, ആയിരുന്നിരിക്കും, എനിക്കറിയാമല്ലോ ആളിനെ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർ ഒരു തലത്തിൽ, എല്ലാവരും ആയിരിക്കില്ല, കമ്മിറ്റഡായിട്ട് തുടർഭരണ സംസ്ഥാനത്ത് നടപ്പാക്കണമെന്ന് പ്രവർത്തിക്കുന്നു. അതാണ്. പക്ഷെ അത് ആരുടെ ശ്രദ്ധയിൽ വരുന്നുമില്ല, അത് കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. അതേസമയം ഇങ്ങനെ ഒരു ഭരണഘടനാപരമായ കാര്യം പറയുമ്പോൾ വലിയ വിവാദവും. അത് വിവാദമാക്കാൻ ആളുണ്ട്. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചെന്ന് പലരും പറഞ്ഞു കേട്ടു. എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അന്വേഷിക്കുന്ന വിരോധമില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ തന്നെ ആ മാഗസിൻ കൊടുത്തേക്കാം. അത് ആർക്കും വായിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് വായിച്ചാൽ അത് കൂലങ്കഷ, അത് ശ്രദ്ധ ചെലുത്തി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ ആക്റ്റബിളായിട്ടൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ അതൊരു ഗവൺമെൻറ്റിൽ കൂടി ഒരു റോളുള്ള ഒരാൾ തുടർഭരണത്തിനൊരു അപകടം ഉണ്ടെന്ന് പറഞ്ഞത് വാർത്തയായി. കാരണം എന്താണ്? തുടർഭരണം വരുത്താൻ നമ്മൾ ഒന്നടങ്കം അഹമഹ്യമഹയാ പ്രയത്നിക്കണമെന്നുള്ളതാണ് നോമ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു വലിയ സംഘം ഉദ്യോഗസ്ഥർ തുടർഭരണം നമ്മുടെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവരാണ് വാസ്തവത്തിൽ നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നത്. എന്താ സംശയം? അവർക്ക് എന്താ ബിസിനസ്? സ്റ്റേറ്റിൻ്റെ ചീഫ് സെക്രട്ടറിക്കും സെക്രട്ടറിമാർക്കും HODസിനും തുടർഭരണ രാമൻ വന്നാലും കോമൻ വന്നാലും എന്താണ് അവരുടെ ബിസിനസ്? എന്താണ്? ഗവൺമെൻറ്റിൻ്റെ നേട്ടം അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അതെ, അത് പബ്ലിഷ് ചെയ്യണം. ഒരു കുഴപ്പമില്ല. 2026-ൽ നേടിയ നേട്ടങ്ങൾ സത്യസന്ധമായിട്ട് ആരെയും അധിക്ഷേപിക്കാതെ അപഹസിക്കാതെ, അത് ഗവൺമെൻറ്റിൻ്റെ മാൻഡേറ്റാണ്, ഫ്രീഡമാണ്. പക്ഷേ ഇനി കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്നും പുരോഗമിച്ചു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഓർമ്മയില്ലേ ആ പഴയ ഇരുണ്ട കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആ കാലം ഒരു ദിവസം പൊട്ടി വീണതല്ലോ. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ്, അതിന് മുമ്പ് VSൻ്റെ ഗവൺമെൻറ്, പല കാലം VSന് മുമ്പ് അതുവരെ ആന്റണി സാർ ഉണ്ടായിരുന്നില്ലേ? നയനാരുണ്ടായിരുന്നു. ഞാൻ സർവീസ് വരുമ്പോൾ നയനാരാണ്. ഞാൻ നമ്മൾ ഓരോ കാലത്തെ അച്ചീവ്മെൻറ്റ്, അന്നത്തെ സാങ്കേതിക വിദ്യ, അന്ന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അന്നത്തെ പൊതുവികസനത്തിൻ്റെ നയം, അന്നത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കപ്പാസിറ്റി, ഇതിനെല്ലാമായിട്ട് തുലനം ചെയ്യണ്ടേ? അല്ല, അന്നത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിസ്പോസിഷൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്രം സഹായിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ വെറ്ററിനറി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ അത് ഇനി നമ്മൾ തിരിച്ചൊന്ന് പോയി നോക്കട്ടെ. നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിന് മുഴുവൻ പവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടുക്കി ഡാം ആരാ ഇൻവെസ്റ്റ് ചെയ്തത്? കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനാണ് ഇൻവെസ്റ്റ് ചെയ്തത്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല. KSEBക്ക് പണം കൊടുത്തിട്ട് ആ ഡാം ബിൽഡ് ചെയ്യാൻ അന്ന് ആവശ്യമായി, അത് ₹1,00,000 ബിൽഡ് ചെയ്തിരിക്കുന്ന ഡാം. ഏതാനും ലക്ഷമേ ആയിട്ടുള്ളൂ 976-ൽ. 976 ലക്ഷം രൂപയ്ക്ക്, ഏതാനും ലക്ഷങ്ങൾക്ക് ആ ഡാം കൺസ്ട്രക്ട് ചെയ്ത തുക മുഴുവനും ഈ സദേൺ ഗ്രിഡിനെ, അന്നത്തെ പ്രിമിറ്റീവ് ഗ്രിഡ്, 76-ലെന്ന് പറഞ്ഞാൽ വൈദ്യുതീകരണം 50% പോലും ഇല്ല. ആ സമയത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കേന്ദ്ര ഗവൺമെൻറ്റും പ്ലാനിംഗ് കമ്മീഷനുമാണ്. KLN റാവു എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറാണ് ഈ ഡാം മുഴുവൻ ഡിസൈൻ ചെയ്യുന്നത്, ഇടുക്കിയിൽ വന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ പിന്നെ ഭൂതനാഥ് അയ്യർ ഇങ്ങനെയൊക്കെയുള്ള സീനിയർ എഞ്ചിനീയേഴ്സാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ തിരിച്ചാലോചിച്ച് നോക്കൂ, ഇടുക്കി ഡാമിൻ്റെ പവർ ഹൗസ് ഇപ്പം 45 കൊല്ലത്തെ സർവീസ്, 50 കൊല്ലമായി. ഇപ്പം 50 കൊല്ലം സർവീസ് കഴിഞ്ഞ് അവിടുത്തെ 3 ലാർജ് ജനറേറ്റേഴ്സ് ഇനിയിപ്പം ദാറ്റ് ഹാസ് ടു ബി റീപ്ലേസ്ഡ്. ഞാനവിടെ ഇരുന്ന സമയത്ത് ഇടുക്കിക്ക് എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് വന്നു. എക്സ്റ്റൻഷൻ പ്രോജക്റ്റിൽ പുതിയ പവർ ഹൗസും കാവർനസ് പവർ ഹൗസും 3 ജനറേറ്റേഴ്സുമായിട്ട് 800 മെഗാവാട്ടും കൂടെ അതിൻ്റെ 200x4 എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എടുത്തു. വർഷം ഞാനത് എടുക്കുന്നത് 22-ലാണ്, 26-ലും പണി തുടങ്ങാൻ പറ്റിയിട്ടില്ല. 973 തൊട്ട് 76 കൊണ്ട് നമ്മൾ ഇടുക്കി ട്രൈ ഡാം സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തു.
നമ്മൾ 22-ൽ എൻവയോൺമെൻറ്റൽ സാങ്ഷൻ എടുത്തത് 26-ൽ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ല നമുക്ക്. മനസ്സിലായി. അപ്പോൾ ഞാൻ പറയുന്നത് ഈ രണ്ട് ഇപ്പോൾ അന്ന് 76 കമ്പ്യൂട്ടറില്ല. മനസ്സിലായി. അപ്പോൾ അത് നേട്ടമല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് എവിടെയോ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് വിട്ടുപോകുന്നുണ്ട്. അത് നമ്മൾ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ ചെയ്യാൻ പാടില്ല. തെറ്റായ കാര്യമാണ് കാണുന്നതെങ്കിൽ ഞാനാണ് ഈ വകുപ്പിൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഭാഗം ഓക്കെ, 26-ലെ നേട്ടം ഓക്കെ, 16-ൽ നേട്ടം കുറവുണ്ടെന്ന് വേണേൽ പറയാം. പക്ഷേ 16 ഒരു നശിച്ച കാലമാണെന്ന് ഞാൻ പറയില്ല. അത് പറയാൻ പാടില്ല, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കണത് ഇപ്പം ഇന്ന് ഏറ്റവും ഒടുവിൽ ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങേ വകുപ്പ് മാറ്റി വീണ്ടും, അതും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നേരെ സൈനികക്ഷേമ വകുപ്പിലേക്ക് മാറ്റി. ഈ സൈനികക്ഷേമ യുവജനക്ഷേമം, ഈ സൈനികക്ഷേമത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി സെപ്പറേറ്റ് ഉള്ളതായിരുന്നു നേരത്തെ. ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കയ്യിലായിരുന്നു വകുപ്പ് ഇരുന്നത്, മിൻഹാജ് ആലം. അതും ഇങ്ങനെ തന്നെ പണി കൊടുക്കാൻ പറ്റും. പണിത്തിരക്ക് കുറഞ്ഞ ഒരു വകുപ്പാണ്. അല്ല, എന്താണ് അങ്ങയോട് ഇത്രമാത്രം സ്നേഹം? അല്ല, ഞാൻ പറഞ്ഞു സർക്കാരിന് വിരോധം ഉണ്ടോ? വിരോധം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതൃപ്തി ഉണ്ടാകാം. കാരണം 23-ൽ ഞങ്ങൾ ട്രിബ്യൂണലിൽ കേസ് ഫയൽ ചെയ്തു. ഞങ്ങളുടെ കേഡർ ചട്ടങ്ങൾ പാലിക്കുന്നില്ല സ്റ്റേറ്റിൽ. അത് ഞങ്ങൾക്ക് അനുകൂലമായി. സംഭവം അതെന്താണെന്ന് ചോദിച്ചാൽ IAS-ൻ്റെ കേന്ദ്ര കേഡർ ചട്ടം അനുസരിച്ച് ഒരു പദവിയിൽ കുറഞ്ഞത് 2 വർഷം ഇരുത്തണം. അത് മാത്രമല്ല, IAS-ൻ്റെ കേഡർ തസ്തികകളിൽ കേഡറിന് പുറത്തുള്ള ആളുകളെ നിയമിക്കരുത്, വിരമിച്ചവരെയും സ്വകാര്യ വ്യക്തികളെയും നിയമിക്കരുത്. ഇപ്പോൾ ഈ 2 കാര്യത്തിലും 16 തൊട്ട് കുറേ തസ്തികകളിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ ട്രിബ്യൂണലിൽ പോയി. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ ഈ കിഫ്ബി ഒക്കെ കിഫ്ബി കേഡർ തസ്തികയല്ല. അല്ല. അതേസമയം എക്സൈസ് കമ്മീഷണർ അതെ, IMG ഡയറക്ടർ ജനറൽ അതെ, കിലയുടെ ഡയറക്ടർ അതെ, അവിടെയൊക്കെ സ്വകാര്യ വ്യക്തികൾ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് നിവേദനം കൊടുത്തു. ആദ്യം ഓടി ട്രിബ്യൂണലല്ല പോയത്. ഒരുപാട് നിവേദനം കൊടുത്തിട്ടും പ്രയോജനമില്ലാതെ വന്നപ്പോൾ അസോസിയേഷനും വ്യക്തിപരമായിട്ട് ഞാനും ട്രിബ്യൂണലിൽ പോയി. ഇടക്കാല ഉത്തരവ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടി. അപ്പോൾ അതൊരു അസൗകര്യമായി, വലിയ വാർത്ത വന്നു. അപ്പോൾ അതിൽ കേസ് അല്ല, ഇത് തന്നെ കേഡർ ചട്ടം പാലിച്ചുകൊണ്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാവൂ. അല്ല, ഉത്തരവ് വന്നോ? ഫൈനൽ ഓർഡർ കിട്ടി ഞങ്ങൾക്ക്. അതാണല്ലോ വാർത്തയായത്. അത് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണെന്നും തസ്തികകൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാനും പറഞ്ഞുകൊണ്ട് അന്തിമ ഉത്തരവ് 6/3 വന്നു. അപ്പോൾ അതിൽ നിന്നാണ് എൻ്റെ പ്രധാന പ്രശ്നമായിട്ട് അന്ന് ഞാൻ പറഞ്ഞു കേട്ടത്, ഡിസംബർ ജനുവരി 25 ആയപ്പോൾ പറഞ്ഞു കേട്ടത്, നിങ്ങൾ അഭിപ്രായം പറയുന്നു, നിങ്ങൾ അസോസിയേഷൻ ഗ്രൂപ്പിൽ എഴുതുന്നു, അതിന് സർക്കാരിന് ഇഷ്ടക്കേട് അതിനെ കൊണ്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തദ്ദേശ ഭരണ കമ്മീഷൻ ചെയർമാനായിട്ട് പോകണം എന്ന് പറഞ്ഞു. ആ ഓർഡർ കണ്ടപ്പോൾ തന്നെ അത് വീണ്ടും കേഡറിന് ചട്ടത്തിന് വിരുദ്ധമായിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കണ്ട് ഞാൻ ട്രിബ്യൂണലിൽ അത് ചോദ്യം ചെയ്തു. അതെല്ലാം അനുവദിച്ചു. അപ്പോൾ എന്നെ അതിനെ തുടർന്ന് 3 തസ്തികകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 2020 തദ്ദേശത്തിലേക്ക് KTDFCയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറായിട്ട്. അത് ഫലിക്കാതെ വന്നപ്പോൾ ഉടനെ PNRD സെക്രട്ടറി ആയിട്ട് മാറ്റി. സർക്കാരിന് അധികാരമില്ല അതിനൊക്കെ. അല്ല, അത് സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ആ കേസിൻ്റെ പെൻഡൻസിയിൽ വെച്ച് തന്നെ ഒരു ട്രാൻസ്ഫർ ഓർഡർ ഇഷ്യൂ ചെയ്തു. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിബ്യൂണൽ പറഞ്ഞത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതാണ്. അപ്പോൾ ഏതായാലും ആ മാറ്റേഴ്സ് എല്ലാം ഡിസ്പോസ് ചെയ്തു. ഞാൻ 3 വർഷം 8 മാസം കൃഷി വകുപ്പിലായി. ഇപ്പോൾ കൃഷി വകുപ്പിൽ ഒരുവിധം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞാൽ മാറ്റാം, അതിന് തിരക്കേടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നു 13/6/3 വിധി വന്നു. അപ്പോൾ 13/3 എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ഇറക്കുന്നത്. അത് 15/3 മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് വരും. പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ വിഷമം വന്നുകൊണ്ട് അന്ന് കണ്ടുകൊണ്ട് വെള്ളിയാഴ്ച തന്നെ ട്രാൻസ്ഫർ ഓർഡർ ഇറക്കി. പിന്നെ ഞാനതിനകത്തൊരു മത്സരത്തിന് പോകണ്ടെന്ന് വെച്ചു. ഞാൻ ചോദിച്ചിട്ട് ഇപ്പോഴും RTIയിൽ ആ ട്രാൻസ്ഫറിൻ്റെ ഫയൽ എന്നെ കാണിക്കുന്നില്ല. അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവർ ഒരു ലെറ്റർ തന്നിട്ടുണ്ട്, നിങ്ങളെ കേഡർ ചട്ടം എല്ലാം പാലിച്ച് തന്നെയാണ് ഞങ്ങൾ മാറ്റിയിരിക്കുന്നതെന്ന് ലെറ്റർ തന്നിട്ടുണ്ട്. അല്ല, അപ്പോൾ പുതിയ തസ്തിക ചുമതലയേറ്റു. 3 വർഷം 8 മാസം ആയതുകൊണ്ട് ഇപ്പോൾ പഴയ തസ്തിക തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന അർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, സാധാരണ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്ന് ഇളക്കി പ്രദർശിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അടുത്ത 2 മാസം കൊണ്ട് ഏതെങ്കിലും ഒരു കൃഷിയിൽ ഇരുന്നിട്ടും കാര്യമില്ല. ഒന്നാമത് ഈ നിരോധനങ്ങളുണ്ടല്ലോ, വലിയ തോതിൽ പുതിയ പദ്ധതികളിടാനോ പുതിയ ഉത്തരവിറക്കാനോ എല്ലാം നിരോധനങ്ങളുണ്ട്. മെയിൽ വരുന്ന ഗവൺമെൻറ് ഒരു പുതിയ അസൈൻമെൻറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ ചെയ്യുക. ആകെ മൊത്തം മിക്കവാറും എല്ലാ ഓഫീസർമാർക്കും ഒരു ഇളക്കി പ്രതിഷ്ഠ സാധാരണയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യും അല്ലേ? കാരണം എത്ര ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നത്. ഓഫീസിൽ പോകുന്നുണ്ട്. എനിക്ക് അഭിപ്രായം എഴുതാൻ തരുന്ന ഫയലുകളിൽ അഭിപ്രായം എഴുതി കൊടുക്കുന്നുണ്ട്, പോരുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ സർക്കാരുമായിട്ട് ഞാൻ പറഞ്ഞ അടുത്ത കാലത്ത് മറ്റൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ, ഒരു ഫണ്ട് വെളിയിൽ നിന്ന് ഒരു ഫണ്ട് അനുസരിച്ച് കൃഷി വകുപ്പിലെ ഫണ്ടുകളുടെ വിനിയോഗ സംബന്ധിച്ച് അത് സർക്കാർ ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് പൈസ കിട്ടിയില്ല എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. പൈസ കിട്ടിയില്ല എന്ന് വാർത്ത വന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, സാമ്പത്തിക ഞെരുക്കമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. പ്ലാൻ വെട്ടിച്ചുരുക്കുന്ന അടക്കം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഗ്രൗസ്. പദ്ധതിക്ക് ആവശ്യമായ പണം പുറത്തുനിന്ന് കിട്ടിയ പൈസ നമുക്ക് ക്രെഡിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അത് ഏതോ മീഡിയയിൽ അടിച്ചു വന്നു. അപ്പോൾ ഞാനാണത് മാധ്യമത്തിന് കൊടുത്തതെന്ന് പറഞ്ഞാണ് ഇളകി പുറപ്പാട്. അതെന്നെ പറ്റി ആ ഫണ്ട് മാറ്റി ഉപയോഗിച്ചോ? അല്ല,
ഫിനാൻസിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് അലോട്ട് ചെയ്ത് വരുമ്പോഴേക്കും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് അവരെടുക്കാറുണ്ടല്ലോ വർഷാവസാനം. അങ്ങനെ വന്നൊരു കൺഫ്യൂഷനാണത്. ഈ ചീഫ് സെക്രട്ടറി ആയിട്ട് അത്ര ടൈംസിലല്ലേ? ചീഫ് സെക്രട്ടറി ഞാൻ ഒരേ ജില്ലയിൽ കളക്ടറും സബ് കളക്ടറുമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് ജോലി ചെയ്ത ആൾക്കാരാണ്. അദ്ദേഹം എൻ്റെ ബോസായിരുന്നു. അദ്ദേഹത്തിന് ഇത്രയും വർഷമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് വ്യക്തിപരമായിട്ടൊരു സ്പർദ്ധ ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്പർദ്ധ ഉണ്ടാവണമെന്നില്ലല്ലോ. സ്പർദ്ധ എനിക്ക് അദ്ദേഹത്തോട് ഇയാളോട് ഇഷ്ടക്കുറവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം മുഴുവൻ നമ്മളോട് മിണ്ടാതാവുമല്ലോ. ഈ പേഴ്സണ നോൺ ഗ്രാറ്റ എന്നൊരു സ്റ്റാറ്റസ് ഉണ്ട്, അത് കേട്ടിട്ടുണ്ടോ? പേഴ്സണ നോൺ ഗ്രാറ്റ ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റേ IAS ഫോൺ പേഴ്സണ നോൺ ഗ്രാറ്റ എന്ന് പറഞ്ഞാൽ അനഭിമതൻ, അനഭിമത വ്യക്തിത്വമാണെന്ന് ഒരു പ്രസ്താവന എവിടെയെങ്കിലും ശക്തിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പിൻവലിയുമല്ലോ, ഇയാളുടെ കമ്പനിയിൽ കാണണ്ട. എങ്ങനെയാണ് ഈ അനഭിമിതനാവുന്നത്? ഈ ഫണ്ടമെൻ്റലി അതെങ്ങനെയാണത് പ്രഖ്യാപിക്കപ്പെടുന്നതെന്നൊന്നും എനിക്കറിയില്ല. അല്ല, നന്നായി ജോലി ചെയ്തിട്ടുണ്ടല്ലോ പോയിടത്തെല്ലാം. എല്ലായിടത്തും ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാ ജോലി കഴിയുമ്പോഴും അവിടുത്തെ മന്ത്രിയും മുഖ്യമന്ത്രി തന്നെയും നല്ല അഭിപ്രായം, ഗവർണർമാരായാലും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ ഇതുവരെ എഴുതി തന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പേഴ്സണൽ നോൺ ഗ്രാറ്റ? ഞാൻ പറഞ്ഞില്ലേ, ഈ കേസ് സംബന്ധമായിട്ട് പലപ്പോഴും ഈ സിവിൽ സർവീസ് ഓഫീസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിലല്ലേ കേസ് നടത്തിയത്? അസോസിയേഷനും ഞാനും അതിൽ കക്ഷിയാണ്. കാരണം അതിലൊരു അഗ്രീവ്ഡ് ആളും കൂടെ വേണം. അസോസിയേഷന് മാറ്റം ടെക്നിക്കലി ആ കേസ് നടത്താൻ ഒരു അഗ്രീവ്ഡ് പേഴ്സൺ വേണം. വേറെ ആളുമുണ്ട്, 2 ഓഫീസർമാരും അസോസിയേഷനുമാണ് അന്ന് പോയത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പം വരുന്ന വാർത്തകൾ, അതുപോലെ ഇത് സംബന്ധമായിട്ട് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകൾ, ഇതിലൊക്കെ ഞാൻ പൊസിഷൻ എടുക്കാറുണ്ട്. ഇത് സർക്കാർ എടുത്തിരിക്കുന്ന നടപടി ശരിയല്ല, ഇത് തിരുത്തണം. ഇതൊക്കെ ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിച്ച്, ഞാൻ പറഞ്ഞില്ലേ, ഇത് 2 രീതിയിൽ നമുക്ക് സർവീസിൽ പെരുമാറാം. ഒന്ന് നമ്മളായിട്ട് തന്നെ, മറ്റേത് വിനീതദാസനായിട്ട്. വിനീതദാസൻ എങ്ങനെയാണ് സർവീസിൽ? ഈ BK നെഹ്റുവിൻ്റെ ഒരു പുസ്തകമുണ്ട്, നൈസ് ഗൈസ്. BK നെഹ്റു ഫോറിൻ സെക്രട്ടറി ആയിരുന്നു, ICS ഓഫീസർ പഴയ. BK നെഹ്റുവിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ നൈസ് ഗൈസ് ഫിനിഷ് സെക്കൻഡ് എന്നാണ്. നല്ല വ്യക്തി 2ാം സ്ഥാനത്തെ അവസാനിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ തിയറി വളരെ സിമ്പിളാണ്. അപ്പോൾ എനിക്ക് കഴിവുണ്ടെന്നല്ല പറയുന്നത്. കഴിവ് കൂടിയ ആൾ, കഴിവ് കുറഞ്ഞ ആൾ, ശരാശരിക്കാരൻ, കഴിവ് കൂടിയ ആൾ. എപ്പോഴും ഒരു അധികാരഘടന ശരാശരിക്കാരനെ സ്വീകരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ശരാശരിക്കാരൻ അത് അറിയാം, എനിക്ക് മറ്റേ ആളേക്കാൾ കഴിവ് കുറവാണ്. അതുകൊണ്ട് അവൻ കുറച്ചുകൂടെ വളഞ്ഞു കൊടുക്കും. കഴിവുണ്ട് എന്ന ആത്മബോധമുള്ളവൻ തല ഉയർത്തി നിൽക്കും, തല മുട്ടുകയും ചെയ്യും. മറ്റേയാൾ ജയിലിൽ കയറിയിട്ടില്ലേ, ജയിൽ കണ്ടിട്ടില്ലേ? ഈ ജയിലിൽ കയറുന്നതിനകത്ത് ഉയരമുള്ള ആൾ എന്ന് തലക്കടിക്കും. മറ്റേ ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതിനകത്ത് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഇഫ് യു ഹൈഡ് യുവർ അക്യൂട്ട്നെസ്, യുവർ ഫോർത്രൈറ്റ്നെസ് ഹൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ്. അതാണ് BK നെഹ്റുവിൻ്റെ പുസ്തകത്തിൻ്റെ തീം. പക്ഷേ നെഹ്റു ഭയങ്കര കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പോഴും. ഞാൻ ആ സ്ഥാനം 3 വർഷത്തോളം അത് കുരിശ് ചുമന്നു. ഞാൻ പറഞ്ഞു, ഈ ലിറ്റിഗേഷൻ ഇതിൻ്റെ എല്ലാം കൂടെ ഉത്തരവാദിത്വം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ നേരെ പേഴ്സണലി ഇത് തിരിയുന്ന ഒരു ലക്ഷണം കണ്ടപ്പോൾ, അസോസിയേഷൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ അപ്രിയമായ കാര്യം എല്ലാവരോടും പറയേണ്ടി വരും. ഇത് ചെയ്ത് കിട്ടിയില്ല, നടന്നിട്ടില്ല, സർക്കാർ ഞങ്ങളോട് നീതി കാണിച്ചില്ല, ഇങ്ങനെയെല്ലാം സംസാരിക്കുമ്പം ഓവർ എ പീരിയഡ് 3 കൊല്ലം ഇത് പറഞ്ഞു കഴിയുമ്പം ഇവനാണ് പ്രശ്നം തീരുമാനിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേറെ ആരെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരെങ്കിലും. അപ്പോൾ ഇപ്പോൾ K. ബിജുവാണ് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡൻറ്റ്. ഞാനതങ്ങ് വിട്ടു. ഇലക്ഷൻ നടത്തണം ഇനി. ആയിട്ടില്ല, ഇലക്ഷൻ ആയിട്ടില്ല. ഈ പ്രശാന്തിൻ്റെ വിഷയം എന്താണ്? പ്രശാന്തിന് എങ്ങനെ ഇത്രയും കാലം ഒരാളെ സർവീസിന് പുറത്തു നിർത്താൻ പറ്റുന്നത്? അഖിലേന്ത്യാ ഞാൻ കമൻറ്റ് ചെയ്താൽ അത് വിമർശന രൂപത്തിലാവും. അല്ല, എന്നാലും അഖിലേന്ത്യാ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒരാളെ ഒരു സിവിൽ സർവീസ് ഓഫീസറെ അല്ല, അത് പ്രശാന്ത് പിന്നെ ട്രിബ്യൂണൽ ചോദ്യം ചെയ്താൽ സസ്പെൻഷൻ ഓർഡർ കർട്ടയിൽ അത് അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹം എന്തുകൊണ്ടോ ട്രിബ്യൂണലിൽ പോകുന്നില്ല, അതാണ് എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പക്ഷേ ഒരാൾ സസ്പെൻഷൻ ആയിരിക്കുന്ന ആൾ അയാളെ പിരിച്ചു വിടാതെ തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവർക്ക് കുടിശ്ശികയെല്ലാം കൊടുക്കണ്ടേ? എല്ലാം കൊടുക്കേണ്ടി വരും. പലിശയോ വേണ്ട? പലിശ വേണ്ട. അപ്പോൾ അവർക്ക് ലാഭമായിരിക്കും അദ്ദേഹത്തിന്. ഈ സമയത്ത് ജോലി ചെയ്യാതെ അദ്ദേഹത്തിന് 2 കൊല്ലം ജോലി ചെയ്യാതെ 2 നവംബർ 2024. അപ്പം 1.5 കൊല്ലം ആയല്ലോ. എൻ്റെ വകുപ്പിൽ നിന്നാണ് സസ്പെൻഷനിലായത്. സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് അതേക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ പറയുന്നില്ല? അല്ല, അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. പശ്ചാത്തലം ഒരു ദിവസം എന്നെ ശ്രീ വേണു, അന്നത്തെ ചീഫ് സെക്രട്ടറി, എന്നെ വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്പെഷ്യൽ സെക്രട്ടറി ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വകുപ്പിലേ ഉള്ളൂ. അപ്പോൾ കൃഷി വലിയ വകുപ്പായതുകൊണ്ട് സാധാരണ 2 പേര് കാണും IAS നോക്കാനായിട്ട്, അല്ലെങ്കിൽ മീറ്റിംഗ് എല്ലാം കവർ ചെയ്ത് എത്താൻ പറ്റില്ല. അപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, വൈകുന്നേരം പ്രശാന്തിനെ നിങ്ങൾ എടുക്കണം, നിങ്ങൾ അയാളുമായിട്ട് നല്ല ഡിസ്പെൻസേഷനിലാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഇപ്പോൾ മറ്റേ SC/ST വകുപ്പിൽ എന്താ പ്രശ്നം? അത് ചില ഇഷ്യൂസ് അവിടെ ഉണ്ട്, അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പ്രശാന്ത് മിസ്റ്റർ ജയതിലക്കുമായിട്ട് സ്പർദ്ധയിലാണ്, വഴക്കിലാണ്, അതൊരു വല്ലാത്തൊരു പ്രൊപ്പോർഷനിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്
അപ്പോൾ എൻ്റെ അടുത്ത് വളരെ സ്വാതന്ത്ര്യമുള്ളതാണ്. നീ എന്ന് വേണേലും എന്നെ എടാന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം വേണു സാറിനുണ്ട്. അല്ല, ഈസ് എ നൈസ് മാൻ. നൈസ് മാൻ. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞാൽ എനിക്ക് പ്രശാന്തിനെ താല്പര്യവുമാണ്, സൗഹൃദമുണ്ട്. പക്ഷേ ഈ ഒന്നിച്ച് ജോലി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ട്രിക്കിയാണ്. അതെ അതെ. ചിലപ്പോൾ നമുക്ക് അനിഷ്ടം പറയേണ്ടി വരും. അപ്പം ഞാൻ ചോദിച്ചാൽ അത് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നീ എടുത്തില്ലെങ്കിൽ ഇപ്പോൾ ശരിയാകത്തില്ല, ഇപ്പോൾ അത് യു പ്ലീസ് ടേക്ക് ഹിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ അടുത്ത് ജൂൺ ജൂലൈയിലോ മറ്റോ വരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് കർട്ടസി കാണിച്ചു, നിയമിച്ചു. മിനിസ്റ്ററോടും ചോദിച്ചിട്ടൊക്കെയാണ് നിയമിച്ചതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഭംഗിയായിട്ട് പോകുമായിരുന്നു. കൃഷിയിൽ നല്ലപോലെ പ്രശാന്ത് പ്രോഗ്രസ് ചെയ്തു. ഞാൻ ഒരുപാട് ടെറൈൻ പ്രശാന്തിന് വിട്ടുകൊടുത്തു. അയാൾ ചെയ്യട്ടെ. കുറേ ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഒലിപ്പിച്ച് വരുന്ന സമയത്താണ് ഈ SC/ST വകുപ്പിലെ പഴയ വിഷയം എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് മന്ത്രിയുടെ സഹകരണം എങ്ങനെയായിരുന്നു ഈ സമയത്ത്? മന്ത്രി പ്രസാദ് ഒന്നാം തരം സഹകരണമാണ്. യാതൊരു ഒരു ഡൾ മൊമെൻറ്റ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. തുറന്ന് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ എടുക്കുന്ന സമീപനം ഫയലിൽ പിന്നെ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ എന്നെ വിളിച്ച് പറയും, ഇത് പറ്റത്തില്ല, എനിക്ക് പാർട്ടിയുടെ റെസ്ട്രിക്ഷനുണ്ട്, ഇത് വേറെ നയത്തിൽ എനിക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ട് ഇത് പ്രസ് ചെയ്യരുത്. ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കും. അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ പറയുന്നത് വളരെ എൻകറേജ് ചെയ്ത് അംഗീകരിക്കും. തുറന്ന് സംസാരിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ യാതൊരു ഇതുമില്ല. എന്താണ് ഈഗോ ഇല്ല. ഈഗോ ഇല്ലെന്നുള്ളതല്ല, അതിനപ്പുറത്തോട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥാപിത താല്പര്യങ്ങളൊന്നും ഇല്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്നില്ല. സ്വന്തമായിട്ട് വീട് പോലും വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ദീർഘകാലമായി പരിചയമുള്ള ആളാണ്. അതെ. ഞങ്ങൾ ഒരുമിച്ച് സർക്കാരിനെ വേട്ടയാടി, എന്നെ വേട്ടയാടി സർക്കാരിൻ്റെ ഭാഗമൊക്കെയാണ്. ഇദ്ദേഹം അത് റോഷി, രണ്ടുപേരും എനിക്ക് വളരെ അടുപ്പമുള്ളവരായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല ഇവരുടെ സഹായം. ഞാനും പ്രസാദ് ഒരുമിച്ച് നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രവർത്തനത്തിൽ അവിടെ ഒരുമിച്ച് ഒരിടത്ത് ഒരു ആദിവാസി കൂടി താമസിച്ചിട്ടുണ്ട്. പാവിരിച്ച് നിലത്ത് പാവിരിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ആക്ടിവിസ്റ്റായിട്ടിരുന്നിട്ട് ആളാണ് ഞാൻ ഈ കാര്യത്തെ ഒന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി എന്ന് മാത്രം എന്നോട് പറഞ്ഞു. ഈ ട്രാൻസ്ഫറിൻ്റെ ഒരു സമയത്ത് ഞാൻ ചോദിച്ചവരോട് ഞാൻ ഞെട്ടിപ്പോയി എന്ന് മാത്രം പറഞ്ഞു, അത്രേ പറഞ്ഞുള്ളൂ. എനിവേ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞില്ലായിരിക്കും ഈ ട്രാൻസ്ഫർ. അല്ല, മിനിസ്റ്റർ പറയുന്നതല്ലേ നമുക്കറിയത്തുള്ളൂ. മിനിസ്റ്റർ അറിയിക്കാതെ ഒരു വകുപ്പിൻ്റെ സെക്രട്ടറിയോ അധ്യക്ഷനെയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപൂർവമാണ്. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള അങ്ങനെ തന്നെ പറഞ്ഞല്ലേ? എന്നോടും പറഞ്ഞു. അദ്ദേഹം അത് പറയുകയും ചെയ്തു. മന്ത്രിസഭയിൽ യോഗത്തിലാണ് ഈ തദ്ദേശഭരണ കമ്മീഷൻ പരിപാടി. വളരെ ബുദ്ധിപൂർവ്വമൊക്കെ ആലോചിച്ചുകൊണ്ട് എഴുതി പിടിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങളുടെ തന്നെ ചില സുഹൃത്തുക്കൾ ഇയാളെ അങ്ങ് ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചൊരു കമ്മീഷനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കമ്മീഷൻ പ്രവർത്തിപ്പിക്കാൻ 10 കോടി രൂപ വേണം. എന്നിട്ട് പ്രശാന്തൻ്റെ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ ഈ വിഷയം വീണ്ടും പൊങ്ങി വന്നു. ഈ പഴയ SC/ST വകുപ്പിലെ ഇഷ്യൂസ് പൊന്തി വന്നു. അപ്പോൾ പ്രശാന്ത് ഇങ്ങനെ സൈഡിലൊക്കെ പരാമർശിക്കുന്നുണ്ട്, SC/ST വകുപ്പിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അയാൾക്ക് വീണ്ടും SC/ST വകുപ്പിൻ്റെ ചുമതല വന്നു. അപ്പോഴാണ് മാതൃഭൂമിയിൽ ഒരു വാർത്ത അയാൾക്കെതിരായിട്ട് കാര്യമായിട്ട് എന്തോ ഒരു റിപ്പോർട്ട് ഇദ്ദേഹം സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതൊരു വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്ത് ഓട്ടോറിറ്റീസ്. അപ്പോഴും ഞാനത് അത്ര കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ പ്രശാന്ത് അതൊരു വൈകാര്യമായിട്ട് എടുത്തു. മാധ്യമങ്ങളിൽ നമുക്കെതിരെ റിപ്പോർട്ട് വരുന്നതെന്ന് പറയുന്ന ഒരു ഇൻറ്റഗ്രിറ്റി ഇഷ്യൂ ആയിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് വന്നു. പോസ്റ്റ് കണ്ട പാടെ തന്നെ ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞു, ഇത് ദോഷം ചെയ്യും, പ്ലീസ് ടേക്ക് ഇറ്റ് ഡൗൺ, ഇത് വേണ്ട. നമ്മൾ കാര്യം പറയുന്നത് വേറെ, നമ്മൾ ഗൗരവമുള്ളൊരു മാറ്റർ പറയുന്നത് വേറെ. പക്ഷേ ഇത് ദ വേർഡ്സ് യൂസ്ഡ് വിൽ പുട്ട് യു ഇൻ ടു ട്രബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു വാദമുണ്ട്. അദ്ദേഹവും വാശിക്കാരനാണ്. അതെ, വലിയ വാശിക്കാരനാണ്. മിനിസ്റ്ററും പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തായാലും അദ്ദേഹം അത് പ്രസിസ്റ്റ് ചെയ്തു, അദ്ദേഹം അത് ജസ്റ്റിഫൈ ചെയ്തു. ദാറ്റ് ലെഡ് ടു കഷ്ടകാലത്തിന് അന്ന് വേറൊരു വിഷയം കൂടെ കയറി വന്നില്ല. വേറൊരാൾ എന്തോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. ഗോപാലകൃഷ്ണൻ വെരി അൺഫോർച്ചുനേറ്റ്. കാര്യം രണ്ടുപേരും അവരുടേതായ മിടുക്കുള്ള യങ് ഓഫീസേഴ്സാണ്. രണ്ടുപേർക്കും അവരുടെ സർവീസിൽ ബുദ്ധിമുട്ട് വന്നു ആ സമയത്ത്. ഞാനിപ്പോഴും വിചാരിക്കുന്നുണ്ട് ഞാനാണ് ആ ചീഫ് സെക്രട്ടറിയുടെ പൊസിഷനിൽ. ചീഫ് സെക്രട്ടറി ആവില്ലെന്നും എനിക്കറിയില്ല, ആവാതിരിക്കാനാണ് സാധ്യത. ഞാനായിരുന്നെങ്കിൽ ഞാൻ ആ സസ്പെൻഷൻ അവേർട്ട് ചെയ്തേനെ. പക്ഷേ ഇദ്ദേഹം നല്ല മനുഷ്യനാണല്ലോ വേണു സാറ്. പക്ഷേ എന്തുകൊണ്ട് വേണു ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു അപ്പോൾ ചീഫ് സെക്രട്ടറി. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര വാശിയില്ലായിരുന്നു. എനിക്കറിയില്ല. ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സമയത്ത് വേണു സാറിനെ കണ്ടു. ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടു. അന്ന് ഞാൻ ഈ കഥ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഭാര്യ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. ഭാര്യയോടെ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ പരസ്യമായിട്ട് പറയേണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളത് സംസാരിക്കുന്നില്ല. അത് ഓരോ വ്യക്തിയുടെ ഇത് പൊതുവിൽ ഞാനിപ്പോൾ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങൾക്ക് വനിതാ ഓഫീസർമാർ ഒരുപാടുണ്ട്. എല്ലാവരും വളരെ പ്രഗത്ഭരാണ്, അതിനൊന്നും പ്രശ്നമില്ല. അവരുടെ ആരുടെയും കഴിവിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ
നമ്മൾ കൂടുതലും കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളിനെ കോൺഫ്ലിക്റ്റിലൂടെ പോകുന്ന രണ്ടാളുകളെ കുറച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. മനസ്സിലാവും. ഇപ്പോൾ ഒരാൾ ഒരു ഔട്ട് ബേസ്റ്റ് നടത്തിയാൽ അതിന് മാത്രം ഒരു ഈ ട്രെയിനിങ് ഒക്കെ ഉള്ള ആളാണല്ലോ. അപ്പോൾ അയാൾ അത്ര റോങ്ഡ് ആണെന്ന് അയാൾക്ക് ആ നിമിഷം തോന്നിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു മീഡിയേഷൻ, റിക്കൺസിലിയേഷൻ അവിടെ പരിശ്രമിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ അങ്ങനെ അത് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് ചോദിച്ചോട്ടെ. ഈ ഉദ്യോഗസ്ഥന്മാർ ഈ ഭരണത്തിൽ തൃപ്തരാണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തൃപ്തരാണോ? കാരണം അവരുടെ എന്തോ DA കുടിശ്ശിക പ്രഖ്യാപിക്കുന്നു, അവർക്ക് IASകാരുടെ വീട്ടുവേലക്കാരുടെ സാധനം വരെ നൽകുന്നു, പിന്നെ പെൻഷൻ തരാനുള്ളതൊക്കെ തരുന്നു, വലിയ പ്രഖ്യാപനം, ശമ്പള പരിഷ്കാരം വരും. ഈ ഉദ്യോഗസ്ഥരുടെ സമീപനം, എനിക്ക് ഈ സ്റ്റേറ്റ് സർവീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഞാൻ ഇൻറ്ററാക്ട് ചെയ്തതിൽ നിന്ന് അവർ അതൃപ്തരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുറേയൊക്കെ ഇപ്പോൾ അവസാനത്തെ മാസം DA 13% മറ്റോ കൊടുത്തു. അത് പ്രോസ്പെക്റ്റീവായിട്ടുള്ള അരിയേഴ്സിൻ്റെ കാര്യം 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ മറ്റോ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട 21 ശമ്പള പരിഷ്കരണത്തിൻ്റെയാണ് ഈ കൊടുക്കുന്നത്. അന്ന് 12-13% ബേസിക് പേ വർദ്ധിപ്പിച്ചു, പക്ഷേ DA കൊടുത്തതേ ഇല്ല. ചിലർ പറയുന്നത്, എനിക്കത് കറക്റ്റ് അറിയില്ല, 280 മാസത്തെ DA മറ്റോ കുടിശ്ശിയുണ്ടെന്ന്. അത് മുഴുവൻ കൊടുക്കണമെങ്കിൽ പിന്നെ വലിയ തുക വേണം, 50,000-60,000 കോടിയൊക്കെ വേണമെന്നാണ് പറയുന്നത് കൊടുക്കാൻ. അതിന് എപ്പോൾ കൊടുക്കാനാണ്? അപ്പോൾ അത് 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാവുന്ന ഇപ്പോൾ മാർച്ചിൽ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഉത്തരവായി. ഈ 6 കൊല്ലം ഭരിച്ചിട്ട് കൊടുക്കാത്തതാണ്. 6 കൊല്ലം ഭരിച്ചിട്ടും അവർക്ക് കിട്ടാത്തതായ തുക ഇപ്പോൾ കൊടുക്കും. ലീവ് സറണ്ടർ റിസ്റ്റോർ ചെയ്ത് കൊടുത്തു, അങ്ങനെയാണ് പറയുന്നത്. അത് 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കും. പക്ഷേ അതിനുശേഷം പിന്നീട് അത് എന്ന് ഡേറ്റ് വെച്ചിട്ടൊരു ഓർഡർ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ കേൾക്കുന്നത് അത് PF-ൽ ചേർത്തിട്ട് 29-ൽ അവർക്ക് PF-ൽ നിന്ന് അഡ്വാൻസ് എടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പ്രാക്ടിക്കലി 29 വരെയും അവർക്ക് പേ റിവിഷൻ്റെ. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ DA ലയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പേ റിവൈസ് ചെയ്തത് 21-ൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 5 ഇയർ പീരീഡിൽ വരുന്ന ഒരു ഇൻക്രീസ് ഇൻ DA അവർക്ക് ബേസിക് പേയിൽ കിട്ടി. പക്ഷേ അതിന് കമൻസുറേറ്റ് DA കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വിലക്കയറ്റം പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. ക്ഷാമത്തെയാണല്ലോ ഇത്. ഇപ്പോൾ അഖിലേന്ത്യാ സർവീസിനും ജഡ്ജസിനും DA കൊടുത്തു, ഇവിടെ സ്റ്റേറ്റ് സർവീസുകാർക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. 2 ഇൻസ്റ്റാൾമെൻറ്റോ മറ്റോ ആണ് അവർക്ക് പേ ചെയ്തത്. ഇപ്പോൾ ബംഗാളിലെ ആൾക്കാർ പിന്നെ ഈ ഡ്യൂ ഡേറ്റിൽ തന്നെ DA കിട്ടണമെന്നും പറഞ്ഞ് കേസും കൊണ്ട് സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് പറഞ്ഞു DA അവകാശമാണ്, പാർട്ട് ഓഫ് പേ ആണ്. അപ്പോൾ സ്റ്റേറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അവിടെ ജഡ്ജസിൻ്റെ ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്, 3 ജഡ്ജിമാരുള്ളൊരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ് ഈ അരിയർ തുക എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്, പ്രിൻസിപ്പിൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ അവസ്ഥയിലോട്ട് പോയാൽ കേരളത്തിലെ കേസ് ഹൈക്കോടതിയിലോ മറ്റോ കിടക്കുക ജീവനക്കാരുടെ. അപ്പോൾ സുപ്രീം കോടതി ഓൾറെഡി ബംഗാൾ നമ്മളെക്കാളും കഷ്ടസ്ഥിതിയിലാണ്. അപ്പോൾ ബംഗാളിൻ്റെ റേഷ്യോ വെച്ചുകൊണ്ട് കേരളം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയുന്ന 70,000-80,000 കോടി വേണ്ടി വരുമെന്നാണ് ഇത് തീർക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ കൊടുക്കാനായിട്ട് പറയുക, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച്, ബംഗാളിൽ ചെയ്ത പോലെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് 6 മാസം കൂടുമ്പോൾ 20,000 രൂപ വെച്ച് അരിയർ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടൊരു ജഡ്ജ്മെൻറ്റ് വന്നാൽ പിന്നെ കേരള ഗവൺമെൻറ് വികസനം എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യുമെന്നുള്ള അറിയില്ല. അല്ല, ഇപ്പോൾ ഈ ഒരു അതൃപ്തി ഉണ്ട്, പ്രകടമാണ്. അത് പിന്നെ അത് സംഘടനാ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇത് ഡ്യൂ കിട്ടിയില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇപ്പോൾ ആശാ സമരക്കാരുടെ പോലുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. പിന്നെ ഞാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പം ഇവരുടെ പിന്നെ സംഘടനാ ഭേദമന്യേ തന്നെ കിട്ടാനുള്ളത് ഇതിനകത്തുള്ള ഗ്രീവാൻസ് അവർക്കുണ്ട്. അത് അവരുടെ ഈ സൊസൈറ്റി ഇലക്ഷൻസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ഭരണ പ്രതിപക്ഷ സംഘടനകൾ തമ്മിലുള്ള ബാലൻസ് മാറി വരുന്നുണ്ട്. മാറുന്നുണ്ട്. ഈ നവീൻ ബാബു കേസ് പോലുള്ള വിഷയമൊക്കെ ഉണ്ടായിട്ടും പക്ഷേ ഈ സംഘടനകളൊന്നും അനങ്ങി കണ്ടിട്ടില്ലല്ലോ. ഒരു ഉദ്യോഗസ്ഥൻ മരണം വരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയമ നടപടി നടത്തിയതിൻ്റെ പേരിൽ മാളിൽ വിട്ട് ആക്രമിക്കപ്പെടുന്നു, അടികൊള്ളുന്നു. ഇത്തരം പോലീസ് കോൺസ്റ്റബിളാണ്. അതാ ചോദിച്ചത്. അപ്പം എന്നിട്ട് അയാൾക്കെതിരെ കേസെടുക്കുന്നു, അടിച്ചവർക്കെതിരെ കേസില്ല. ഞാൻ കേസെടുത്ത് പിന്നെ അത് ഡ്രോപ്പ് ചെയ്തെന്ന് തോന്നുന്നു. വലിയ വിഷയമായി ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വീണ്ടും കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അന്നേരം ഒരു വിഷയമൊക്കെ അദ്ദേഹത്തിനെതിരെ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി. ഇത്തരത്തിലാണല്ലോ ഞാൻ പറഞ്ഞ ഈ പോലീസുകാർ നേരിടുന്ന പ്രതിസന്ധികൾ സമാനതകളില്ലാത്തത്. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന പോലീസിലാണ്. ഈ സമ്മർദ്ദം, പ്രഷറിനെ താങ്ങാൻ കഴിയാത്ത ഈ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയതായി പറയുന്നത്. എൻ്റെ ചോദ്യം, ഈ അസോസിയേഷനുകൾക്കൊന്നും പോലീസിലായിക്കോട്ടെ, നിങ്ങൾ സിവിൽ സർവീസിലായിക്കോട്ടെ, ഇവരാരും ഇങ്ങനെ ആത്മഹത്യ നടന്നിട്ടും കൊലപാതകം നടന്നിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പൊതു നോമെന്ന് പറയുന്നത് ഈ പിന്നെ സെലക്റ്റീവ് യൂസ് ഓഫ് റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ ദുർബലപ്പെട്ട് കഴിയുമ്പോഴേക്കും സെലക്റ്റീവായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രതി ഇന്ന പക്ഷക്കാരനാണ്, അല്ലെങ്കിൽ പിന്നെ തല്ലുകൊണ്ടയാൾ ഇന്ന പക്ഷക്കാരനാണെന്നുള്ള നിലയിൽ നിയമം വിഭിന്നമായിട്ട് പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം മുഴുവൻ വീക്കാവുമല്ലോ.
ഇപ്പോൾ സിസ്റ്റം ഇപ്പോൾ ഞാൻ ഒരു റെഫറൻസ് ഇല്ലാതെ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇതിൻ്റെ. ഇത് ശരിക്കും നടന്നൊരു കാര്യമാണ്. ഞാൻ ആരോട് പറഞ്ഞു ആര് പറഞ്ഞു എന്ന് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ സ്വഭാവം പിന്നെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇതെന്നോട് പറഞ്ഞത് ഒരു റിട്ടയർ ചെയ്തു പോയ ഒരു DGP ആണ്. അപ്പോൾ അദ്ദേഹം ഒരു സമയത്ത് ഏത് കാലമൊന്നും ഞാൻ പറയുന്നില്ല, അപ്പോൾ ഈ റൂൾ ഓഫ് ലോ പാലിക്കുന്ന ഒരു ഭരണാധികാരി റൂൾ ഓഫ് ലോ അത്ര ഗവനിക്കേണ്ടെന്ന് വിചാരിക്കുന്ന ആളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കഥയെന്ന് പറയുന്നത്, ഒരു വടക്കൻ ജില്ലയിൽ രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ സംഘർഷമുള്ളൊരു സ്ഥലത്ത് ഒരു കട തീ വയ്ക്കപ്പെടുന്നു. അപ്പം അവിടുത്തെ രാഷ്ട്രീയ സംഘർഷത്തിനെക്കുറിച്ച് ഈ ഇൻ്റലിജൻസുകാർ ഒരു ബ്രീഫിംഗ് കൊടുക്കുമല്ലോ. അപ്പോൾ അവരുടെ മന്ത്രിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് PDAയിൽ കടയ്ക്ക് തീ വെച്ചു, സോറി ടു സേ, പക്ഷേ അത് സാറിൻ്റെ പാർട്ടിക്കാരാണ് തീ വെച്ചതിൻ്റെ പുറകിൽ എന്ന് പറയുന്നു. അപ്പോൾ ഉടനടി ഭരണാധികാരി ചോദിക്കുന്നു, അത് ഞാൻ അന്വേഷിച്ചല്ലോ, അങ്ങനെയല്ലല്ലോ, ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നല്ലോ. അപ്പോൾ ഇൻ്റലിജൻസ് മേധാവി ഡിം, കാരണം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എൻ്റെ അഭിമുഖത്തിൽ വന്നതാണോ? എൻ്റെ അഭിമുഖത്തിൽ അപ്പോൾ അവിടെ നടക്കുന്ന ഡൈനാമിക്സ് എന്താന്ന് വെച്ചാൽ, അടുത്ത വട്ടം അപ്പം ഇവരോട് പിന്നെ ഭരണാധികാരി ചോദിക്കും, അങ്ങനെ പിന്നെ അത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് സംഭവിച്ചതല്ലേ? അതെ, പ്രശ്നം കഴിഞ്ഞു. എൻ്റെ ഒരു വലിയ വിവാദമായി. അല്ല, ഞാൻ ആളുടെ പേരൊന്നും പറഞ്ഞില്ല, ഞാൻ എവിടെയോ റെഫർ ചെയ്ത് ഞാൻ കേട്ടതാണ്. അവസാനം ശ്രീലേഖയ്ക്ക് ഭയങ്കരമായിട്ട് നല്ല രസകരമായ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇതേ ഇവിടെ ഇരുന്ന, എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവസാനം ശ്രീലേഖ ഈ നല്ലതായിരുന്നു, ഭയങ്കര ബോൾഡ് ഓഫീസർ എന്ന പേരൊക്കെ വന്ന സ്ഥാനാർത്ഥി ആയതാണ്. പക്ഷേ ശ്രീലേഖയ്ക്ക് മാപ്പ് പറയേണ്ടി വന്നു. എന്തിന്? ഞാൻ ആവേശത്തിനൊക്കെ പറഞ്ഞതാണ്. അല്ല, ഇതിൽ പറയാം മാപ്പ് പറയാൻ എന്താ പറഞ്ഞവർ. ഇത് പൊതു സിസ്റ്റത്തിനകത്ത് തന്നെ ഉള്ളതാണ്. ഇപ്പോൾ അത് വളരെ വിഖ്യാതമായിട്ടുള്ള പല ഈ അധികാരത്തിനെ എൻ്റെ അനാറ്റമി കാണിച്ച പല ചിത്രങ്ങളിലും ഇതുപോലെ തന്നെയുണ്ട്. പെർസുവേസീവ് പവർ, പെർസുവേഷൻ്റെ നെഗറ്റീവ് സെൻസ് ഉപയോഗിക്കുന്ന രീതികളുണ്ട്. അത് തൽക്കാലത്തേക്ക് ആ വിഷയം അങ്ങ് അസ്തമിക്കും. എനിവേ, ഞാനിത് പറയും, ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം പറയുമ്പോൾ ഇവർ പറയുന്ന, സർക്കാർ പറയുന്നൊരു വാദം, നിങ്ങൾ പറഞ്ഞൊരു വാദം, ഈ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന, അതായത് മറ്റേ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നാണല്ലോ. ഇത് വാസ്തവം. അതിൽ കുറച്ച് കാര്യമുണ്ട്. അത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയായിട്ട് പറയപ്പെടുന്നത് പലപ്പോഴും ഈ എഗെയിൻ നയത്തിൻ്റെ മാറ്റമായിട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയുന്നു, ഈ GSTയുടെ കോമ്പൻസേഷൻ മുമ്പത്തെ ധനകാര്യ കമ്മീഷൻ കൊടുത്തിരുന്നു, 15-ാം ധനകാര്യ കമ്മീഷൻ കൊടുത്തില്ല. പക്ഷേ ഈ CGST കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ചില കണ്ടീഷൻസിൽ മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. 14% ഇയർ ഓൺ ഇയർ വളർച്ചയില്ലെങ്കിൽ അത് കിട്ടും, വളർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടണ്ട, അതാണ് അതിൻ്റെ ടേംസ്. പക്ഷേ ഈ സെൻട്രൽ സപ്പോർട്ടഡ് സ്കീംസിൻ്റെ കാര്യം പറയുന്നത് ശരിയാണ്. 70-30 കിടന്നതെല്ലാം എടുത്ത് 60-40 ആക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റിനൊരു 10% കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് വന്നല്ലോ. അപ്പോൾ അതുണ്ട്. അതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് മുമ്പത്തെ രംഗരാജനല്ലേ ആ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, ഈ സ്റ്റേറ്റ്സിന് കൊടുക്കേണ്ട അനുവാദം 40%ആയിട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സെൻട്രലിന് കിട്ടുന്ന കിറ്റി കുറഞ്ഞു. അപ്പോൾ അവർ തന്ത്രപരമായിട്ട് എന്ത് ചെയ്തു, സ്റ്റേറ്റുമായിട്ടെല്ലാം ആലോചിച്ചിട്ട്, അത് തോമസ് ഐസക് സാർ ഉള്ള സമയത്താണ്, അവർ പറഞ്ഞു 50-50 സ്കീമിൽ ഇനി മുതൽ സ്റ്റേറ്റ്, അല്ല 70-30 സ്കീമിലെല്ലാം സ്റ്റേറ്റ് ഇനി മുതൽ 40 എടുക്കണമെന്ന് പറഞ്ഞു. ഒരു 1-2 ലക്ഷം കോടി രൂപ അവരുടെ ബാധ്യത കുറയ്ക്കാൻ വേണ്ടി ചെയ്തൊരു ഏർപ്പാടാണ്. അപ്പോൾ അതൊക്കെ സംസ്ഥാനത്തിന് കൂടുതൽ ബാധ്യത വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അല്ലാതെ പക്ഷേ കേരളത്തോട് മാത്രമുള്ള അത് കേരളത്തോട് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ് എന്ന് പറയുന്ന എല്ലാം തന്നെ നോം ബേസ്ഡ് ആണ്. ധനകാര്യ കമ്മീഷൻ്റെ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ നിന്ന് ഒരു സംസ്ഥാനത്തെ താൽക്കാലികമായിട്ടൊന്ന് ജനിക്കാം. ഇപ്പോൾ ഒരു ലോൺ എടുക്കാനുള്ള അവകാശം ഒന്ന് ഇച്ചിരി വൈപ്പിച്ച് അങ്ങനെയൊക്കെ പിടിക്കാമെന്നുള്ളതല്ലാതെ അവർക്ക് തരാതിരിക്കാൻ കഴിയില്ല. അതുപോലെ വേണമെങ്കിൽ ഒരു സംസ്ഥാനത്ത് കൂടുതൽ കൊടുക്കാൻ പറ്റുമായിരിക്കും, ഇല്ലേ? പാടാ സ്പെഷ്യൽ പാക്കേജസ് കൊടുക്കാം, അത്രേ ഉള്ളൂ. ബീഹാറിന് കൊടുത്തില്ലേ? അല്ല, അപ്പോൾ കേരളത്തിന് മാത്രമല്ല അവഗണന എന്ന് പറയുന്നത് ടെക്നിക്കലി ശരിയല്ല. കേരളത്തിന് സംഭവിച്ചതായിട്ടുള്ള റിഡക്ഷൻ എല്ലാ സ്റ്റേറ്റിനും സംഭവിച്ചിട്ടുണ്ട്. അതിപ്പം ഒരു സമയത്ത് സ്റ്റേറ്റ് ഡെവല്യൂഷൻ 1.9% കേരളത്തിന് കുറച്ചെങ്കിൽ 0.5% പോലും കിട്ടാത്ത സ്റ്റേറ്റും ഉണ്ട്. മനസ്സിലായി. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങ് സർക്കാരിൻ്റെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സർക്കാർ ഏറ്റവും ശക്തമായി പറയുന്ന ഒരു കാര്യം, ഈ പൊതുജനാരോഗ്യ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, വിപ്ലവം വന്നിരിക്കുന്നു, കെട്ടിടം വന്നിരിക്കുന്നു, കിഫ്ബി ഉണ്ട്, ഭയങ്കര സംഭവം എന്നാണ്. അങ്ങ് സർക്കാരിൻ്റെ അകത്താണല്ലോ, അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കിഫ്ബി 38,000-39,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ സ്റ്റേറ്റിൽ നടത്തി എന്നുള്ളത് നിസ്തർക്കമാണ്. അതിൻ്റെ ഒരു നല്ല പങ്ക് ലാൻഡ് അക്വിസിഷൻ ഫോർ ലാർജ് പ്രോജക്ട്സ്, ഹെൽത്ത്, എഡ്യൂക്കേഷനിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് സംശയമുണ്ട്. അതായത് ഈ
ബജറ്റിൽ ഉൾപ്പെടുത്തി ചെയ്തുകൊണ്ടിരുന്ന സാധനം കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തോട് നടത്തുന്നതല്ലാതെ കിഫ്ബി ഉള്ളത് കൊണ്ട് എന്തെങ്കിലും എക്സ്ട്രാ നേട്ടം അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കിഫ്ബിയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്താൽ കിഫ്ബി എടുക്കുന്ന കടം, കിഫ്ബി ഗ്രാൻറ്റും ഉണ്ട് കടവും ഉണ്ട്. കടമെന്ന് പറയുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ 3% കടമെടുപ്പ് പരിധിക്ക് പുറത്ത് ഓപ്പറേറ്റ് ചെയ്യും. അല്ല, പക്ഷെ അവർ പറഞ്ഞ അങ്ങനെയല്ലോ ഈ കേന്ദ്ര സർക്കാർ അത് 2022 വന്ന ഒരു ചേഞ്ചാണ്. 2018 ഇത് തുടങ്ങുന്ന സമയത്ത് കടത്തെ മറികടക്കാനായിരുന്നു. അത് സ്റ്റേറ്റ് അല്ലല്ലോ കടമെടുക്കുന്ന ഒരു ബോഡി കോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഗവൺമെന്റ് അല്ലേ, അതിന് ഗ്യാരണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നു. അപ്പൊ ആ ക്രമീകരണത്തിൽ അല്പം മെച്ചം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഗുണം. ഗുണം എന്ന് പറഞ്ഞാൽ കടമെടുക്കാമെന്നുള്ളതായിരുന്നു. കടം ഗവൺമെന്റിന്റെ പരിധിക്ക് മീതെ എടുക്കാമെന്നുള്ളത്. ലെറ്റസ് സേ ഗവൺമെന്റിന് ഒരു വർഷം 40,000 രൂപ കോടി കടമെടുക്കാമെങ്കിൽ കിഫ്ബിക്ക് ഒരു 7,000 കോടി കൂടെ മീതെ എടുക്കാം, അല്ലെ ഒരു 10 കൂടെ എടുക്കാം. അതെല്ലാം തിരിച്ചടക്കേണ്ട പ്രാക്ടിക്കലി സ്റ്റേറ്റ് തന്നെയാണ്. അല്ല, അപ്പം ഞാനെന്താ പറഞ്ഞത്, 40,000 50,000 കോടി മുടക്കി എന്ന് പറയുമ്പോൾ 40,000 അത്രേ ഉള്ളൂ. അല്ല, ആയിക്കോട്ടെ, 40,000 1,10,000 ഒന്നും ആരും മുടക്കിയിട്ടൊന്നുമില്ല. 40,000 പരസ്യത്തിൽ മാത്രമേ ഉള്ളൂ. ആ പരസ്യത്തിലുള്ളൂ. ഈ 40,000 കോടി മുടക്കിയെന്ന് പറയുമ്പോൾ ഇത് ബജറ്റ് വഴി മുടക്കാവുന്നതല്ലായിരുന്നു, അല്ല നേരത്തെ മുടക്കിക്കൊണ്ടില്ല. പക്ഷേ ആ ധനവർഷം ആ പൈസ കിട്ടത്തില്ല. കാരണം ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് 2 ലക്ഷം കോടി ഒരു വർഷം ചെലവിനും പദ്ധതിക്കും വേണമെങ്കിൽ 2 ലക്ഷം കോടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോറോയിങ് എന്ന് പറയുന്ന ആ വർഷത്തെ ഒരു 30,000 കോടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ 2 ലക്ഷത്തി 30,000 ഉണ്ട്. പക്ഷേ 2 ലക്ഷത്തിന് മീതെ പോകാൻ പറ്റില്ല. പക്ഷേ കിഫ്ബിക്ക് 2 ലക്ഷത്തിന് മീതെ ഒരു 10,000 കോടി കൂടെ ബോറോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അഡീഷണൽ കടം മേടിക്കാനുള്ള അഡ്വാൻറ്റേജിലുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഗ്രാൻഡ് ഉണ്ട്. പിന്നെ അവർക്കൊരു 30% പ്രോജക്ട്സ് കമേഴ്ഷ്യലി റിവാർഡിംഗ് ആണ്. അപ്പോൾ അവർ KSEBിക്ക് കൊടുക്കുന്ന പൈസ അവർ പലിശ സഹിതം തിരിച്ചടയ്ക്കുന്നതാണ്. അപ്പോൾ ആ പൈസ മൊത്തത്തിൽ തിരിച്ചു വന്നോളും. ഓക്കെ. പക്ഷെ അത് 20-30% ഉള്ളൂ, 20% ഉള്ളൂ. ഇനി ഈ പൊതുജനാരോഗ്യ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും വലിയ വിപ്ലവങ്ങൾ നടന്നു പറഞ്ഞത് ശരിയാണോ? അല്ല, സ്വാഭാവികമായിട്ട് ഈ താഴേക്കിടയിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, ഇതിനകത്തൊക്കെ ഒരു നല്ല ഇടപെടൽ വന്നിട്ടുണ്ട്. ഹെൽത്തിൽ മുമ്പുള്ളത് വ്യത്യസ്തമായി. ആർദ്ര മിഷൻ സാമാന്യം സക്സസ്ഫുൾ ആയിട്ടുള്ള മിഷനായിട്ട് തന്നെയാണ് ഗവൺമെന്റിനുള്ളിൽ എല്ലാവരും മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ടല്ലോ, അത് വരുന്നതിന് ഒരു ജനസിസ് ഉണ്ടെന്ന് പറയും. 22 ഈ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ മൊത്തത്തിൽ സെൻട്രൽ ഗവൺമെന്റ് അട്ടിമറിച്ചു. സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ കിഫ്ബി എടുക്കുന്ന കടത്തിൻ്റെ റീപേയ്മെൻറ്റ് കണ്ടിജൻറ്റ് ലയബിലിറ്റി ഓൺ ഗവൺമെൻറ്, അതായത് CNDG ആണ് ഫ്ലാഗ് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ ആവശ്യമായ തുക നിങ്ങൾ ബജറ്റ് വെച്ചിട്ട് പിന്നെ മറ്റേ ബോറോയിങ് ആയിട്ട് കാണിക്കണമെന്ന്. അപ്പോൾ പിന്നെ കിഫ്ബിക്ക് പ്രസക്തിയില്ല തിരിച്ചടവിൻ്റെ. അപ്പം നമ്മൾ ആ 3% പുറത്ത് നിന്നതിൻ്റെ അഡ്വാൻറ്റേജ് അങ്ങ് പോയി. ഒരു കാര്യം കൂടെ ചെയ്തു, അവർ മുൻ വർഷങ്ങളിലെ തിരിച്ചടവിൻ്റെ പൈസയും കൂടെ ചേർത്ത് ഇതിനകത്ത് വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി ബോറോയിങ് ആനുപാതികമായിട്ട്. അപ്പോൾ അത് കേരളം സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിടണമെന്നൊക്കെയാണ് പറയുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് പോയാൽ അറിയാമല്ലോ, ഒരു 3 കൊല്ലത്തിനിപ്പുറം പ്രാക്ടിക്കലി ഇപ്പോൾ അടുത്ത സർക്കാരിന് പോലും ഒരു തീരുമാനമൊന്നും അത് കിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മറ്റേ 3% ക്യാപ്പായിട്ട് വീണ്ടും വന്നു. പിന്നെ ഇലക്ട്രിസിറ്റി റിഫോമിൻ്റെയൊക്കെ ചേർത്ത് ഒരു 3.5% ബോറോ ചെയ്യാനൊക്കെ ഉള്ളൂ. അതവിടെ അങ്ങനെ വീണു. അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ എന്താ പറ്റുക വെച്ചാൽ കിഫ്ബിയുടെ തിരിച്ചടവ് പ്ലാനിലേക്ക് വന്നു. പ്ലാനിന് നമ്മൾ അനുവദിച്ചിട്ടുണ്ടെന്ന തുക ഇതിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് അങ്ങ് പോയി. അപ്പോൾ വേറെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കിഫ്ബി ബോറോ ചെയ്യുന്നത് ഏതാണ്ട് 9.5%. ഗവൺമെൻറ് ബോറോ ചെയ്യുന്ന 8% താഴെയാണ്. അപ്പോൾ പലിശ കൂടുതലുമായി, ഡബിൾ വാമിയായി. അവിടെയാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഹെൽത്തിൻ്റെയൊക്കെ ബജറ്റ് വെട്ടിക്കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? മെഡിക്കൽ കോളേജസിലേക്ക് 150 കോടി ഞാൻ ഒരു ദിവസം 24-25 കുറച്ചു. 145 കോടിയാണ് മെഡിക്കൽ കോളേജിൻ്റെ കുറച്ച്. സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും മരുന്ന് ഷോർട്ടേജ് ആവും, എവിടെയെങ്കിലും എക്യുപ്മെൻറ്റ് ഷോർട്ടേജ് ആവും, എവിടെയെങ്കിലും. അപ്പോൾ ഈ സംഗതി കയറി ഫൾമിനേറ്റ് ചെയ്യുമല്ലോ. അപ്പം ഞാൻ മനോഹരമായ കെട്ടിടം പണിതു, പേ വാർഡ് പണിതു, തിയേറ്റേഴ്സ് പണിതു, എല്ലാം ചെയ്തു. പക്ഷേ ഈ യൂസ് ചെയ്യാനുള്ള കാനല സമയത്ത് കിട്ടിയില്ലെങ്കിൽ കുരുങ്ങിയില്ല ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ് ഷുഡ് ബി അയൺഡ് ഔട്ട്. അത് ഈ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇച്ചിരി ബെറ്റർ ആക്കി കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റി നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റും. വിദ്യാഭ്യാസ മേഖലയിലോ പിന്നെ ജനറൽ എഡ്യൂക്കേഷൻ ഐ ബിലീവ് മെച്ചപ്പെട്ടു. ഇൻ ദ സെൻസ് അത് ക്ലാസ് റൂംസ്, സ്മാർട്ട് ക്ലാസ് റൂംസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണല്ലോ. പക്ഷേ എൻ്റെ ഒരു വിമർശനം ഇൻ ദാറ്റ് സെൻസ്, അത് ലേണിംഗ് അച്ചീവ്മെൻ്റായിട്ട് 100% മാറ്റിയോ എന്ന് ചോദിച്ചാൽ ഇനിയും നന്നാവാനുണ്ട്. ഇപ്പോൾ ഈ ലേണിംഗ് അസസ്മെൻറ്റ് സർവേസ് നോക്കിക്കഴിഞ്ഞാൽ കേരളം മോശമല്ല, പക്ഷേ ഏറ്റവും മെച്ചവുമല്ല. ദർ ആർ സ്റ്റിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിന് 1ാം സ്ഥാനം ഉണ്ടായിരുന്നു, എല്ലാത്തിനും 1ാം സ്ഥാനം മേടിച്ചിരുന്ന മിടുക്കനായ കുട്ടിയായ കേരളത്തിന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 ഡസൻ സ്റ്റേറ്റ്സ് വളരെ മിടുക്കരാണ്. ഇപ്പോൾ തമിഴ്നാട് ഒട്ടും മോശമല്ല, ഏത് ഇൻഡിക്കേറ്ററിലും മാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ SDGയിൽ തന്നെ ഗോവ കേരളത്തോടൊപ്പം 1ാം സ്ഥാനത്തെത്തി. ഹിമാചൽ പ്രദേശ് മിക്ക കാര്യങ്ങളിലും ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ്സ് തമ്മിൽ വികസന കാര്യത്തിൽ കടുത്ത മത്സരമാണ്. കേരളം 1ാം സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഹയർ എഡ്യൂക്കേഷനിൽ വന്നാൽ കളി മാറിയില്ലേ? ഹയർ എഡ്യൂക്കേഷൻ പ്രാക്ടിക്കലി 70,000 സീറ്റ്സ് വേക്കൻ്റ് അല്ലേ? അപ്പോൾ കേരളത്തിൽ ഗുണനിലവാരം വല്ലാതെ വേക്കൻ്റ് ആണോ? 70,000 സീറ്റുകൾ, ഡിഗ്രി സീറ്റുകൾ കേരളത്തിൽ വേക്കൻ്റാണ് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ. BSc BA പഠിക്കാൻ കുട്ടികളില്ല. ആ കോഴ്സുകൾ കളഞ്ഞിട്ട് പുതിയ കോഴ്സ് ഇറങ്ങാത്തതുകൊണ്ടല്ലേ?
കാലികമായ പരിഷ്കാരങ്ങൾ കരിക്കുലത്തിൽ വന്നിട്ടില്ല. എല്ലാത്തിലും നമ്മൾ ഇടതടിച്ച് നിന്നു. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ റോൾ ഔട്ട് ഇപ്പോഴും അങ്ങോട്ട് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഈ 4 4 ഇയർ ഡിഗ്രി നാഷണൽ സ്കീമിൽ വന്നു കഴിഞ്ഞല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും NEP അത് ഡിഫോൾട്ട് ഡിഗ്രി അതാക്കിയല്ലോ. അത് നടപ്പിലാക്കണം. അത് വലിയ രസമാണ്. പണ്ട് ഒന്നാമത്തെ മോദി ഗവൺമെൻറ്റിൽ പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി നടപ്പാക്കി. ദീപക് പൈൻറ്റൽ വൈസ് ചാൻസലർ 4 ഇയർ ഡിഗ്രി ആക്കി. അന്നേരം പിന്നെ മന്ത്രിയുടെ പേര് ഞാൻ വിട്ടുപോയി. ഇതിന് സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ഒരു പേര് ഞാൻ വിട്ടുപോയി. അവരായിരുന്നു മിനിസ്റ്റർ, സ്മൃതി ഇറാനി. അവരതിനോട് വളരെ ഒബ്ജക്റ്റ് ചെയ്യുകയും ഉടനടി റിയാക്ഷണറി ആയിട്ട് ചെന്ന 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം വൈൻഡ് ബാക്ക് ചെയ്യിച്ചു. അതിനുശേഷം നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇതെല്ലാം പരിശോധിച്ച ശേഷം തിരിച്ചു എന്ന് പറഞ്ഞ് 4 ഇയർ ഡിഗ്രി. അങ്ങനെ ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്ക് 4 ഇയറിലോട്ട് മാറുകയാണ്. അല്ലെ, അപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇപ്പോൾ യൂണിവേഴ്സിറ്റീസിൻ്റെ അവസ്ഥയും ആശങ്കാജനകമാണല്ലോ. കാരണം യൂണിവേഴ്സിറ്റീസിൽ സംഭവിച്ചത് ഇവർക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വേണമെങ്കിൽ ഈ കോഴ്സുകളൊക്കെ സ്ക്രാപ്പ് ചെയ്തിട്ട് ഇതേ സ്ഥാപനങ്ങൾക്ക് തന്നെ മോഡേൺ കോഴ്സ് കൊടുക്കാമായിരുന്നല്ലോ. ഇതെല്ലാം ലീഡ് ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയില്ലല്ലോ. കാരണം ഇത് ചെയ്യാൻ ആവശ്യമായ ലീഡർഷിപ്പ് മിനിസ്റ്റർക്ക് ഉദ്യോഗസ്ഥ ടീമിനും ഇല്ലല്ലോ. ഇത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും അതായത് യൂണിവേഴ്സിറ്റികളുടെ അതോറിറ്റീസുമാണ് ഇത് ചെയ്യേണ്ടത്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ലീഡർഷിപ്പാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അവരെ അതിലോട്ട് ഏകോപിപ്പിക്കുന്നതിന് വളരെയധികം സ്ട്രെയിനും സ്ട്രെസ്സും ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത് അൺഫോർച്ചുനേറ്റ്ലി യൂണിവേഴ്സിറ്റീസിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് മാറിപ്പോയി. അറിയാലോ, ആ പശ്ചാത്തലം അറിയാലോ. ആരിഫ് മുഹമ്മദ് ഗവർണറുമായിട്ട് യൂണിവേഴ്സിറ്റി ആക്റ്റുകളെ പിന്നെ ഗവൺമെൻറ് മാറ്റിയിട്ട് ചാൻസലറെ തന്നെ ഗവൺമെൻറ് നിയമിക്കുന്ന ചാൻസലർ ആവാം എന്ന് വന്നു. സ്വാഭാവികമായിട്ടും ഒരു ചാൻസലർ ഇരിക്കുന്ന ചാൻസലർ അത് നമുക്കൊരു പോസ്റ്ററിങ് ആവാമെന്നുള്ള ഏതെങ്കിലും ഗവർണർ സംഭവിക്കുമോ? അദ്ദേഹം അത് പ്രസിഡന്റിനെ റെഫർ ചെയ്തു. ദാറ്റ് ഹാസ് ബീൻ ഡെഫേർഡ്. സോ ദാറ്റ് സാൽവോ ഫെയിൽഡ്. ഇപ്പോൾ ഇതിൽ വന്ന വിശ്വാസ തകർച്ചയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പിന്നീട് നമുക്കിപ്പോൾ 12ഓളം VC-മാരില്ല. പിന്നെ അവസാനം ഒരെണ്ണം സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് സുപ്രീം കോടതി പാനൽ ഉണ്ടാക്കിയാണല്ലോ ഇപ്പോൾ രണ്ടിടത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും. അപ്പോൾ ഈ VC ഇപ്പോൾ ഞാനും ആക്ടിംഗ് വൈസ് ചാൻസലറാണ് 3 കൊല്ലമായിട്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾ ആക്ടിംഗ് VC ആയിട്ടിരിക്കുമ്പോൾ പ്ലാനിങ് ഫംഗ്ഷൻ നേരെ നടക്കത്തില്ല. അപ്പോൾ ഞാൻ 6 മാസത്തെ കാര്യമല്ലേ നോക്കുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റി എപ്പോഴും അടുത്ത 5 കൊല്ലത്തെ പ്രോഗ്രാം ആവിഷ്കരിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ വിദ്യാഭ്യാസ മേഖല നമ്മൾ ഒരുപാട് പിന്നോട്ട് പോയെന്ന് വേണേൽ പറയേണ്ടി വരും. അല്ല, ഡിഗ്രി ഇപ്പോൾ അവസാനം ഈ ബജറ്റിൽ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് റിയാക്ഷൻ നടത്തിയല്ലോ. അതുകൊണ്ട് കുട്ടികൾ കൂടുതൽ എൻറോൾ ചെയ്യുമെന്ന് നമുക്ക് അടുത്ത കൊല്ലം നോക്കാം. എൻ്റെ കാഴ്ചപ്പാടിൽ ഡിഗ്രി റിവാർഡിങ് അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ എൻറോൾ ചെയ്യില്ല. 0 കോസ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ പ്രതികൂലമാവുകയും ചെയ്യും. കാരണം ഫീസേ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നോക്കിയിട്ട് കാര്യമില്ലെന്നൊരു ഫീലിംഗും വരും. ഫീസല്ല അവിടുത്തെ പ്രധാന ഘടകം. കേരളത്തിൽ നല്ല ഫീസ് സബ്സിഡി സിസ്റ്റം ഉണ്ട്. പക്ഷേ ഈ കോഴ്സ് പാസ്സാകുമ്പോൾ ഒരു കോമ്പറ്റിറ്റീവ് ഗ്രാജുവേറ്റിന് അതിനകത്ത് നമുക്ക് കിട്ടണം, റെഡിലി എംപ്ലോയബിൾ. അതാണല്ലോ ഇത്രയും പേര് പിന്നെ UK-യിലെയും റൊമേനിയയിലെ ജോർജിയയിൽ കിട്ടാവുന്ന എല്ലാ സ്ഥലത്തും പോവില്ലേ. എല്ലാം തടയാൻ അവസാനിപ്പിക്കാൻ വഴി വല്ലതും ഉണ്ടോ? അല്ല, അതൊരു വളരെ കോംപ്രിഹെൻസീവ് പ്ലാന് വേണം. ഇപ്പോൾ പ്രൊഫസർ അച്യുത് ശങ്കർ നായർ ഒരു നല്ലൊരു ഡിസൈൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇനി വരുന്ന ഒരു ഡിസ്പെൻസേഷൻ ആലോചിച്ച് നടപ്പാക്കേണ്ട കാര്യമാണ്. അത് ഒരു കാര്യം കൊണ്ട് നടക്കില്ല. ഇപ്പോഴും നിലവിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റി ആക്റ്റും റാഡിക്കലി മാറ്റിയേ നമുക്കതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്നൊരു സർക്കാർ, ആ സർക്കാരിന് ഇതെങ്ങനെ അവർക്ക് മുമ്പോട്ട് ഇപ്പോൾ ഗവൺമെൻറ് മാറി നിന്ന് വെക്കുക, തുടർ ഭരണം ഇല്ല എന്ന് വെക്കുക. എന്നാലും നിങ്ങൾ തുടർ ഭരണം നടത്തണമല്ലോ, അത് കഴിഞ്ഞ് പുതിയ ഭരണം തുടരണോ? ഭരണം എപ്പോഴും തുടരണം. ഈ തുടർ ഭരണം ഇല്ലെങ്കിലും തുടർച്ചയാണ് ഭരണം. ഇവർക്ക് എവിടെ കാശ്, ഇൻക്ലൂഡിംഗ് ലയബിലിറ്റീസ്. ഇപ്പോൾ ഈ പറയുന്ന 70,000 കോടിയോളം ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം, 1 രൂപയില്ല. കടം, പൊതുകടം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടിയിൽ നിന്ന് 4,80,000 കോടിയെന്ന് CNTG പറയുന്നു. അതിൻ്റെ അകത്ത് കിഫ്ബിയൊക്കെ വേറെ കാണും. കിഫ്ബി വേറെ അതിന് പുറത്താണ് കാണും. പിന്നെ പെൻഷൻ കമ്പനിയുടെ കാണും, KSSPL. പക്ഷേ അത് എടുത്തുവെന്ന് തോന്നുന്നു, ഇതിനകത്ത് കണക്കിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ 5 ലക്ഷം കോടി എന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, ഈ 5 ലക്ഷം കോടി കണ്ടെത്തണം. എങ്ങനെയാണ് ഒന്നിച്ച് കണ്ടെത്തണ്ട? അല്ല, ആയിക്കോട്ടെ. എങ്ങനെ അതിന്റെ റീപേയ്മെന്റ് ഈ പറഞ്ഞ 2 ലക്ഷം കോടി നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തെങ്കിലും പലിശ 2030 ആ തുക ഏതാണ്ട് 90,000 കോടിയായിരിക്കും കടം തിരിച്ചടവ്. അല്ല, അതാ ചോദിച്ചത്. ഇപ്പം മൊത്തം സർക്കാരിന്റെ വരവ് 2 ലക്ഷം കോടിയേ ഉള്ളൂ. അതിൽ 90,000 കോടി കടം തിരിച്ചടയ്ക്കണം. അപ്പം എങ്ങനെ പുതിയ സർക്കാർ ഇത് മുമ്പോട്ട് കൊണ്ടുപോകും? ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന എക്കോണമിസ്റ്റുകൾ, പബ്ലിക് ഫിനാൻസ് സ്പെഷ്യലിസ്റ്റുകൾ എന്നോട് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഘടനയും പ്രവർത്തനവും മൗലികമായിട്ട് ഉടച്ചു വാർത്തുകൊണ്ടേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ചെലവ് ഇപ്പോഴുള്ളതിൽ നിന്ന് വളരെ താഴെ കൊണ്ടുവരികയും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പബ്ലിക് സെക്ടർ കമ്പനീസ് കേരളത്തിലാണ് 66 ലോസിലാണ്. അതിനെയെല്ലാം
അതിൻ്റെ ആസ്തി, അതിൻ്റെ ഓഹരി ഷെയർ ഇത്യാദി സർക്കാരിൻ്റെ കയ്യിലുള്ള ആസ്തികൾ മുഴുവൻ മൊബിലൈസ് ചെയ്തുകൊണ്ടും കൂടുതൽ റവന്യൂ കിട്ടുന്ന രീതിയിലോട്ട് ഒരു ഘടനാപരമായ മാറ്റം നടത്തിക്കൊണ്ടേ ഇതിന് പരിഹാരം കാണാൻ പറ്റും. ആവശ്യമില്ലാത്ത സ്റ്റാഫിനെ റെഡ്യൂസ് ചെയ്യേണ്ടി വരും, ഭരണ ചെലവ് കുറയ്ക്കേണ്ടി വരും. അതൊരു വലിയൊരു അതിന് തയ്യാറാണെങ്കിൽ അതിന് സ്റ്റൊമക്കുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു പോളിസി ഡിസ്പെൻസേഷൻ ഉണ്ടെങ്കിൽ കേരളത്തിന് അത് ചെയ്യാം. അതൊക്കെ ചെയ്യുമോ വരുന്ന രാഷ്ട്രീയക്കാർ? മാൻഡേറ്റ് ഉള്ള ഒരാളിന് ചെയ്യാം, അതാണ് മാൻഡേറ്റ് എങ്കിൽ. പക്ഷെ ഞാനിപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നത് കൂടുതൽ സൗജന്യങ്ങൾ പ്രോമിസ് ചെയ്തിരിക്കുക. അതാ ചോദിച്ചത്, ഇന്ദിരാഗാന്ധി 10,000 കോടിയോളം അത് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? അത് അവർക്ക് എങ്ങനെ കണ്ടെത്തേണ്ടി വരും. അത് എങ്ങനെ കണ്ടെത്തും? അല്ല, ഈ പുതിയ സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഫഞ്ചിബിൾ ആണല്ലോ. ഇപ്പോൾ ലിക്കറിന് ടാക്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അവിടെ ലിമിറ്റേഷൻ ഉണ്ട്. ചുമ്മാ നമുക്ക് എൻഡ്ലെസ് ആയിട്ട് ടാക്സ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. ഈ സർക്കാരിൻ്റെ കൂടുതൽ ചെലവിടണമെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ അധിക ചെലവിടൽ നികുതിദായകൻ തന്നെയാണ് ആത്യന്തികമായിട്ട് കൊടുക്കേണ്ടി വരിക. ഈ വർഷം കൊടുക്കണോ ഭാവി കൊടുക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോഴുള്ള ടാക്സ് നോൺ ടാക്സ് റവന്യൂ അത് എക്സ് ആണെങ്കിൽ വൈ ബോറോയിങ്, ഈ ബോറോയിങ് ഈ നികുതിദായകൻ തന്നെ തിരിച്ചടച്ചെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ഓവർ ബോറോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ കൂടുതൽ പൈസ തിരിച്ചടക്കേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം 10,000 കോടി കിട്ടുന്നവർ സന്തുഷ്ടരാകും. ഈ കിഫ്ബിയും അല്ലെങ്കിൽ മറ്റേ ഊരാളുകൾ സൊസൈറ്റിയൊക്കെ തുടരുമെന്ന രീതിയിലാണ് UDF പോലും വരുന്നത്. പിന്നെ അവർ അധികാരത്തിൽ വന്നാൽ ഈ സിസ്റ്റം തുടരുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് ഗുണമുള്ളത്? കിഫ്ബി തുടരും എന്ന് അവർ പറയുന്നതിനൊരു അർത്ഥമുണ്ട്. കാരണം കിഫ്ബി തുടങ്ങി വെച്ചിരിക്കുന്ന പ്രോജക്ട്സ് മിഡ്വേ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, പറ്റത്തില്ല. അപ്പോൾ ആ മെക്കാനിസം അവിടെ തുടരാതെ നിവർത്തിയില്ല. പക്ഷേ കിഫ്ബിക്ക് റിഫോംസ് വേണ്ടി വരും. ഊരാളുകൾ സൊസൈറ്റി തുടരുന്നതായിട്ട് ഗവൺമെന്റിന് ബന്ധമൊന്നുമില്ല. ഗവൺമെന്റ് അവർക്കാണുള്ള പ്രോജക്റ്റ് ഇതില്ലാതെ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് നമുക്ക് അക്രഡിറ്റഡ് സൊസൈറ്റീസിന് വർക്ക് കൊടുക്കാൻ ഇവിടെ ഒരു നയം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നുണ്ടാണ്. ടെൻഡർ ഇല്ലാതെ കൊടുക്കുക. അങ്ങനെയാണ് ആ നയത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് പ്രിവിലേജ്ഡ് ആയിട്ട് ടെൻഡർ കൂടാതെ നേരിട്ട് ഇവർക്ക് കൊടുക്കുന്നുള്ളൂ, അവർക്കല്ലല്ലോ ഈ വേറെ. കറക്റ്റ്, ആക്ഷേപം കറക്റ്റ്. പക്ഷേ അത് വേണ്ടെന്ന് വെക്കാൻ ഗവൺമെൻറ് അവകാശമുണ്ട്. ടെൻഡർ വഴിയേ കൊടുക്കുള്ളൂ നാളെ തീരുമാനിക്കാനും അവകാശമുണ്ട്. പുതിയ ഗവൺമെന്റ് പറ്റും? അത് പറ്റൂല, അതൊരു ഡിസിഷൻ മാത്രമല്ല. ഈ അങ്ങക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഊരാളുകൾ സൊസൈറ്റി CPM-ന്റെ ബിനാമിയാണെന്ന് പറയുന്ന ഒരു ആരോപണമൊക്കെ ഉണ്ട്. അല്ല, അതിൻ്റെ 5 ഡയറക്ടേഴ്സ് CPM അനുഭാവികളാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഗവൺമെൻറ് ഫയലിൽ തന്നെ അങ്ങനെ പരാതികൾ കിട്ടിയതിനകത്ത് ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫയൽ കണ്ടിട്ടുണ്ട്. ശരിയാണ്, ഈ സൊസൈറ്റി CPM-ആയിട്ട് അലൈൻഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. പക്ഷേ അവരുടെ വർക്കും അവരുടെ ഔട്ട്പുട്ടും തൃപ്തികരമായതുകൊണ്ട് അവർക്ക് വർക്ക് കൊടുക്കാമെന്ന് ഗവൺമെൻറ്റിനകത്ത് റിപ്പോർട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അതറിയാത്ത കാര്യമല്ല. ഏതാണ്ട് 200-250 കോടി രൂപയാണ് ഈ അവസാന കാലത്ത് സർക്കാർ മുഖം ഒരുക്കാൻ വേണ്ടി മുടക്കിയിരിക്കുന്നത്. ഈ ജനുവരി ഫെബ്രുവരി ഈ പറഞ്ഞ മാർച്ച് 13 വരെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഈ ഒരു മുഖം ഒരുക്കും. ഇപ്പം ഞാൻ അത്ഭുതത്തോടെ കാണുന്നത് എല്ലായിടത്തും ഇവർ എല്ലാം ഹൈജാക്കി തിരിക്കുകയാണ്. സർക്കാരിൻ്റെ പ്രതിനിധി നിലയിൽ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് പിന്നെ മറ്റേ ഓർവെലിൻ്റെ 1984 വായിച്ച ഒരു പ്രതീതിയാണല്ലേ. അതെ, എവിടെ നിങ്ങൾ നീങ്ങിയാലും എന്താണ് ബിഗ് ബ്രദറിൻ്റെ കണ്ണുകൾ നിങ്ങളെ പിന്തുടരുന്നതാണ്. അതെ. അപ്പം ഈ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ഹോർഡിങ്സുകൾ, എന്തിനേറെ ഈ സ്ക്രിപ്റ്റ് പോലും, അതായത് ഈ സീരിയലുകളുടെ റിയാലിറ്റി ഷോയുടെ സ്ക്രിപ്റ്റിൻ്റെ അകത്ത്, നോട്ട് അഡ്വർടൈസ്മെൻറ്റ്, സറഗേറ്റ് അഡ്വർടൈസിങ്. യെസ്. ഇതുകൊണ്ട് ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ സംഭവിച്ചു. 500 കോടി മറ്റേ 500 രൂപ വെച്ച് കിറ്റ് കൊടുത്തപ്പോൾ കഴിഞ്ഞ തവണ ഭരണം പോയി എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് ഈ പരിശ്രമം കൊണ്ട് പിണറായി വിജയിക്കുമെന്നും തുടർ ഭരണത്തിന് സാധ്യത ഉണ്ടാകുമെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇത് 2021 സിറ്റുവേഷൻ നമ്മൾ ഇത്തിരി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ 21 പറഞ്ഞാൽ നമ്മൾ മാർച്ചിലോ ഏപ്രിലോ ഇലക്ഷനിലോട്ട് നീങ്ങുന്ന സമയത്ത് കോവിഡ് വിട്ടൊഴിയുന്നതേ ഉള്ളൂ. ഞാനത് വിശദമായിട്ട് പഠിച്ചുകൊണ്ടാണ്. അന്ന് ഈ കോവിഡിനെ സംബന്ധിച്ചും കേരളത്തിൽ നടക്കുന്ന ന്യൂസ് പേപ്പേഴ്സ് ഇല്ല പല ദിവസങ്ങളിലും. അപ്പോൾ ഈ കോവിഡിനെ സംബന്ധിച്ചും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും കേരളത്തിലെ 3 കോടി ജനങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്നത് വൈകുന്നേരത്തെ ചീഫ് മിനിസ്റ്റർ പ്രസ് കോൺഫറൻസിലാണ്. അതൊരു മൊണോപ്പൊളി എക്സർസൈസാണ്. 240 മറ്റോ പ്രസ് കോൺഫറൻസ് നടന്നു. ഇപ്പോൾ ഒരു പ്രസ് കോൺഫറൻസ് ഒരു 10 മിനിറ്റ് ചോദ്യം എടുത്തു കഴിഞ്ഞാൽ 50-60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ഇൻറ്റു 240 ആണ്. ആൻഡ് യു ആർ ഗെറ്റിംഗ് ദി ഐ ബോൾസ് ഗ്ലൂഡ് ടു യു. വേറെ അതിന് മാത്രമേ പത്രക്കാർക്ക് പോലും എത്ര കോവിഡ് മരണം നടന്നു എന്ന് മനസ്സിലാവുന്നുള്ളൂ. കാരണം അവിടെ ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു മൊണോപ്പൊളി ഐബോൾ ക്യാപ്ചറായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ജാൻ-ഫെബ് പബ്ലിസിറ്റി, ഈ ഒരു ഗ്ലിറ്റ്സ്, കിഫ്ബി 124 കോടിയോ മറ്റോ ചിലവാക്കി എന്ന് പറയുന്നു, 100 കോടിയിൽ പരം PRD ചിലവാക്കി എന്ന് പറയുന്നു. അതിലാണ് നേരത്തെ പറഞ്ഞ ഈ 16 മോശമായിരുന്നു എന്ന് പറഞ്ഞ പരസ്യമൊക്കെ കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഗതി എന്ന് പറയുന്നത്, ആ തോത് ഒരു പക്ഷേ ഈ ഡിസംബറിലെ ഇലക്ഷൻ റിസൾട്ടിനോടുള്ള റിയാക്ഷനും കൂടിയാണ്. കാരണം അതിൻ്റെ കണ്ടൻറ്റ് അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മോഹൻലാൽ ചെയ്ത ഇൻ്റർവ്യൂ ഒക്കെ ഒരു പ്രോബ്ലം ഡയഗ്നോസ് ചെയ്തിട്ട് അതിനുള്ളൊരു ആൻസറാണ്. അതായത് ഒരു സോഫ്റ്റായിട്ട് ദേ ഹാവ് ഡയഗ്നോസ്ഡ് ആൻ ഇഷ്യൂ. ഈ PR ആരാണിത് കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പ്രത്യേക ദിശയിലോട്ട് അതിൻ്റെ 2-3 എലിമെൻറ്റ്സ് അതിനകത്തുണ്ട്.
ഒന്ന് ഒരു ഹാർഡായിട്ടുള്ളൊരു ഗവൺമെൻറ്, അല്ലെങ്കിൽ ഒരു അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കുക, അതിൻ്റെ ഒരു എന്താണ്, ഒരു ദയാലുത്വം, ഒരു സഹജീവി സ്നേഹം, ഇങ്ങനെയൊക്കെയുള്ള പല വാല്യൂസ് അതിനകത്ത് ഇൻബിൽറ്റാണ്. അതാണ് ഈ സീരിയലിലൂടെ റീച്ച് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളൊരു കോംബോ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കേരളത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല. സീരിയലിനകത്ത് ബിൽറ്റിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ആഡ്, ഒരു മുമ്പ് ആക്ടേഴ്സ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വലിയ തുക കൊടുത്ത് എല്ലാ ചാനൽസിലും ഒരു ആക്ടർ കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ മുമ്പ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ദാറ്റ്സ് ഇൻ എ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് അളക്കാനൊരു കമ്മ്യൂണിക്കേഷൻ സയൻസുകാർക്ക് ഒന്നും ഇതിനു മുമ്പ് സാധിച്ചിട്ടില്ല. മാർജിനലി ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ അത് പോകത്തില്ല. കുറേ ആൾക്കാർ അതിൽ സ്വെയ്ഡ് ആയിരിക്കും. പക്ഷേ അതേ അവസരത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഓവർ കില്ല് വന്നു കഴിയുമ്പോഴേക്കും ആളുകൾക്ക് അതിൽ അവിശ്വാസം ഉണ്ടാവും. ഓക്കെ. ഇപ്പം നമ്മൾ 50 മീറ്റർ തോറും ഒരേ ഹോർഡിങ് കൊണ്ട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു അസ്കിത തോന്നൂലേ? ഫോർഗെറ്റ് പൊളിറ്റിക്സ്. ഇപ്പോൾ ടൈറ്റാൻ വാച്ചസ്, നിങ്ങൾ കാസർഗോട്ടേക്ക് വണ്ടി ഓടിച്ചു പോവുക, എല്ലാ 10 മീറ്ററിൽ ടൈറ്റാൻ വാച്ചസ്, ഒരേ മോഡൽ. കുറച്ച് നേരം കഴിയുമ്പോൾ എന്തോന്നും ടൈറ്റാൻ വാച്ചസ് എന്ന് തോന്നൂലേ? അപ്പോൾ ഇത് ഓവർ ബാക്ക് ഫെയർ ചെയ്യും. മനസ്സിലായി. അത് സംഭവിക്കാനുള്ള സാധ്യത. പിന്നൊരു വലിയ പ്രശ്നമുണ്ട്, അത് ഇച്ചിരി സട്ടിലർ പോയിൻ്റാണ്. അത് ഞാൻ വേണമെങ്കിൽ പറയാം, നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻകാരനായതുകൊണ്ട് ഞാൻ പറയാം. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് പറയും, യു ഷുഡ് നോട്ട് ലവ് മീ ഫോർ സംതിങ് വിച്ച് ഐ ആം നോട്ട്. പണ്ട് ആന്ധ്രജീത് പറഞ്ഞ ഒരു സംഗതിയാണ്, ഞാൻ അല്ലാത്തതിനെ ചൊല്ലി നീ എന്നെ സ്നേഹിക്കരുത്. അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രശ്നം, നമ്മളിപ്പോൾ ഒരു കാൻഡിഡേറ്റ് എടുത്തോ. കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ മതി. കാൻഡിഡേറ്റ് പരസ്യം ചെയ്യുന്നു. കാൻഡിഡേറ്റ് പരസ്യം ചെയ്യുന്നത്, ഞാനൊരു വളരെ സഹജീവി സ്നേഹമുള്ള ആളാണ്. ഈ നമ്മുടെ പ്രാഞ്ചിയേട്ടൻ സിനിമയിലൊരു അയാൾക്ക് പത്മഭൂഷൺ കിട്ടാനായിട്ടൊരു ലേഖനം തയ്യാറിയില്ലേ, ചെറിയ പ്രായത്തിൽ സഹജീവി സ്നേഹം കാണിച്ചു. പക്ഷേ ദ പേഴ്സൺ ഈസ് നോട്ട് ദാറ്റ്. അപ്പോൾ ഇതിൽ വരുന്നൊരു കുഴപ്പം, സാച്ചുറേഷൻ ആഡ് ടി വിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, സാച്ചുറേഷൻ ആഡിൽ നമ്മൾ വളരെ കാൻഡിഡേറ്റ് അപ്പിയേഴ്സ് വെരി കൈൻഡ്, പക്ഷേ തൊട്ടടുത്ത ലൈവ് ഫീഡ് വരികയാണ് വളരെ ക്ഷുഭിതനായിട്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായി. സോ ടുഗദർ അത് ബാക്ക് ഫയർ ചെയ്യാം. Together, the audience will see that the entire publicity exercise was actually a selling. ഇതല്ലല്ലോ യാഥാർത്ഥ്യം എന്നുള്ളതിൻ്റെ ലിവിങ് പ്രൂഫ് വീണു പോകും. അപ്പോൾ ആ എടുത്ത എഫേർട്ട് വേസ്റ്റായി, പ്രയോജനം ചെയ്യത്തില്ല. ആർക്കാ നഷ്ടം? നമുക്ക്, നമ്മുടെ പണം. പാർട്ട്ലി വലിയ ശമ്പളം മേടിക്കുന്ന ആളാണ്, ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ. അതെ, അതല്ലേ 33% ടാക്സ് അടയ്ക്കണോ എനിക്ക്? അതെ, ഞാനും അടയ്ക്കുന്ന ആളാവും. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അതേസമയം ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണെങ്കിൽ പോലും, ഈ ശബരിമലയിൽ യഥാർത്ഥത്തിൽ മോഷണം നടന്നു, എന്താ അങ്ങയുടെ ഒരു അഭിപ്രായം? നടന്നു എന്ന് SIT കോടതിയിൽ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ എന്തിനാ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? കോടതി ഹൈക്കോടതി തന്നെ പല ഓർഡേഴ്സിൽ ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ റിഫ്ലക്റ്റ് ചെയ്തു. ജനം ആംഗ്രി ആയിരുന്നു. ആങ്കറായി. ഇപ്പോൾ അത് ചർച്ചയാവുന്നില്ലല്ലോ. ചർച്ചയായില്ലെങ്കിലും ആങ്കർ സീറോ അല്ല, ഇറ്റ്സ് നോട്ട് നോർമൽ. ഞാൻ ശബരിമല ഡിവോട്ടി ആയതുകൊണ്ടും ഈ ശബരിമല പിന്നെ തീർത്ഥാടന സംഘങ്ങളുമായിട്ടും എല്ലാം പോകുന്നവരുമായിട്ടും എല്ലാം ആ ഭക്ത സമൂഹവുമായിട്ടൊരു ലിങ്കുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, അതൊരു കത്തിക്കിടക്കുന്ന ഒരു കനലാണ്. അത് ദാറ്റ് ഈസ് നോട്ട് സീറോ. പക്ഷേ ഡിസംബറിലെ തോതിലില്ല. കാരണം മറ്റു പല ഇഷ്യൂസ് അതിൻ്റെ പുറകെ വന്ന് ഓവർട്ടണല്ലോ. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഡയമെൻഷനിൽ ഒരു ധ്യാനത്തിൽ ഇരിക്കുന്ന ആളല്ലല്ലോ. ഭക്തിയുള്ളപ്പോൾ ഭക്തിയുടെ ധ്യാനം, അതെല്ലാം മറ്റ് ജീവിത പ്രശ്നം വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ളൊരു സംഗതി അങ്ങനെ ഇരിക്കുന്നതാണല്ലോ. പക്ഷേ അതിനകത്തുള്ള അതൃപ്തി എന്ന് പറയുന്നത് സ്റ്റിൽ പ്രിവലൻ്റ് ആണ്. ഇത് ഈ ഇലക്ഷനിൽ ഒരു നിർണായക ഘടകമായി സ്റ്റിൽ പ്രിവലൻ്റ്. അതെങ്ങനെ ഇതിനെ ബാധിക്കുമെന്നൊന്നും നിശ്ചയമില്ല. പക്ഷേ സർട്ടൻലി, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനെ റിമൈൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വരികയല്ലേ. പിന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകം നമ്മൾ കാണണം. 7, 8, 9 കേരളത്തിൻ്റെ ഇലക്ഷൻ ഡേറ്റ് 9-നാണ്. 7, 8, 9-നാണ് ഈ റിവ്യൂ പെറ്റീഷനിലെ സുപ്രീം കോടതിയിലെ വാദം. ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന കൂട്ടർ. അപ്പം അത് റിപ്പിൾസ് ഉണ്ടാക്കില്ലേ അന്ന് നടന്നാൽ? സുപ്രീം കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ വാദം നടക്കുമ്പോൾ അത് മാധ്യമങ്ങൾ വല്ലാതെ കവർ ചെയ്യില്ലേ? അപ്പോൾ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് 7-നും 8-നും ഈ വിഷയം ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മുന്നിലേക്ക് വീണ്ടും ശക്തമായിട്ട് മീഡിയ റിപ്പോർട്ട്സായിട്ട് വരികയല്ലേ. അപ്പോൾ അത് ലൈവായിട്ട് നിൽക്കാനല്ലേ സാധ്യത. ഞാനൊരു തിയറി ചോദിച്ചോട്ടെ. നിലവിൽ ജീവിച്ചിരിക്കുന്ന ആരെയും ഉദ്ദേശിച്ചല്ല. രാഷ്ട്രീയത്തിൽ ധാർഷ്ട്യം എന്ന് പറയുന്നത്, അതായത് ഉമ്മൻചാണ്ടി നമ്മൾ കണ്ട ഒരു വഴിയുണ്ട്, അല്ലെങ്കിൽ മറ്റു ചില ഭരണാധികാരികൾ നമ്മൾ കാണുന്ന വഴി ധാർഷ്ട്യം എന്ന് പറയുന്നത്. നമുക്കൊരു
അതെങ്ങനെയാണ് അതിനെക്കുറിച്ച് അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നത്? ഭൂരിപക്ഷം ജനാധിപത്യ സമൂഹങ്ങളിലും അത് പബ്ലിക് ഡിസ്പ്ലേ ഓഫ് ആങ്കർ, ധാർഷ്ട്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അതെ ആങ്കർ ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അതെ. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടത്തില്ല. പക്ഷേ ഒരു ക്ലോസ് ഡോറിൽ നമുക്ക് അതൃപ്തി ഒരു ഭരണകാര്യത്തിൽ വരുന്ന സമയത്ത് ഒരു ടിക്കിംഗ് ഓഫ്, ഒരു സതുദ്ദേശത്തിലുള്ള ഒരു ടിക്കിംഗ് ഓഫ്, ഒരു വാർണിംഗ് വരെ അതൊക്കെയാണ്. പക്ഷെ നമ്മൾ സ്ഥിരം എൻഗേജ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ഞാൻ ബ്രിട്ടീഷ് ഇലക്ഷൻസ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് യൂറോപ്പിലെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ശരി. അവിടെ പൗരത്വം ഏത് ഇലക്ഷനാണ്? ടോണി ബ്ലെയറിൻ്റെ ഇലക്ഷനാണ്. ഞാൻ ആ പീരീഡൊക്കെ ആയിരിക്കും. മറ്റേ ഇയാളുടെ, കാരണം ആ ഹ്യൂസ് റിസൈൻ ചെയ്യുന്ന കാര്യമൊക്കെ ഏതോ ഒരു പരാമർശിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ 2004-05 ലണ്ടനിലുണ്ട്. അല്ല, അപ്പോൾ വോട്ട് ചെയ്യായിരുന്നു. വോട്ട് ചെയ്തില്ല. വേണ്ട. പക്ഷേ ഞാൻ ഈ ടോണി ബ്ലെയർ അടക്കമുള്ള ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ സദസ്സായിരിക്കും, ഡേവിഡ് കാമറോൺ ചെറിയ സദസ്സായിരിക്കും. അല്ല, ഒരു 120 പേരൊക്കെ ഉള്ള സദസ്സിൽ പ്രസംഗിക്കാനായിട്ട് പ്രൈം മിനിസ്റ്റർ വരും. അവിടെ അവർ 10 മിനിറ്റ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വോട്ടേഴ്സ് ചോദ്യം ചോദിക്കുകയാണ്. എത്ര പേഷ്യൻ്റായിട്ടാണ് മറുപടി പറയുന്നതെന്നറിയാം. എന്നിട്ട് അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ഇറങ്ങി അവിടുത്തെ ലോക്കൽ പബ്ബിൽ പോകും. കണ്ടിട്ടുണ്ടോ? ഈ പബ്ബിൽ വൈകുന്നേരം, അവിടെ ബ്രിട്ടീഷ് കൾച്ചറാണ് ഈ പബ്ബിൽ വൈകുന്നേരം ഇരിക്കുക എന്നുള്ളത്. വോട്ട് പിടുത്തം കൂടുതൽ നടക്കുന്ന ആ പബ്ബിലാണ്. അവിടെ ചെന്ന് ആ പബ്ബിൽ കയറി ഇവരുടെ കൂടെ ഇരുന്ന് ഒരു പൈൻറ്റ് ബിയറും ഒക്കെ അടിച്ചുകൊണ്ടാണ് ക്യാമ്പയിനാണ് നടത്തുന്നത്. അത്ര സൗഹൃദപരമായിട്ടാണ്. ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ മാതിരി ഒരു പെഡസ്റ്റലിൽ നിന്നുകൊണ്ട്, ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ആഹ്വാനം നടത്തുന്നു, അവിടെ നിന്ന് അപ്പോഴേ തന്നെ പോകുന്നു, ആ രീതി അവിടെ ഇല്ല. കമ്മ്യൂണിറ്റിയിൽ തന്നെ വോട്ട് ചോദിച്ചെങ്കിലേ പറ്റുള്ളൂ. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് ധാർഷ്ട്യം കാണിക്കാനേ പറ്റില്ല. വീട്ടിൽ പോയി ചോദിക്കുക, അല്ലെങ്കിൽ ഇത് വേറെന്തോ സൂക്കേടാണ്, അല്ലെങ്കിൽ 2 ചോദ്യത്തിന് ശേഷം ഇറങ്ങിപ്പോക്കെ, ഇതൊക്കെ ഭൂഷണമാണോ? അത് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ യെസ് എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു വിമർശനമായിട്ട് എടുക്കപ്പെടും. പക്ഷേ ഒരു പൊതു കേസ് എന്നുള്ള നിലയിൽ പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ അതോറിറ്റി ഫിഗേഴ്സ് മറ്റുള്ളവരെ സ്കോൾഡ് ചെയ്യുന്നതിനകത്ത് ഒരു ടോളറൻസ് ഉണ്ട്. അതോറിറ്റി ഫിഗർ ഇപ്പം പ്രായത്തിന് മൂത്ത ആൾ, ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ ശകാരിക്കുമല്ലോ. വളരെ പ്രായത്തിന് മൂത്ത ഒരാളിനെ ശകാരിക്കുന്നത് ഇന്ത്യൻ കൾച്ചറിൽ, പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അടി വരെ കിട്ടുമായിരുന്നല്ലോ. ഇപ്പോഴാണ് അടി കുറഞ്ഞു പോയത്. അത് നല്ലതാണ്. പക്ഷേ ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റിൽ അത് ഡെയിലി വന്നു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. കാരണം ആ കാലം പോയി. കാരണം ഇപ്പോഴത്തെ യങ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേ ആർ ടെറിബിളി ആൻറ്റി അതോറിറ്റേറിയൻ. അതിന് അമ്മാവൻ സിൻഡ്രോം എന്നല്ലേ പറയുന്നത്. എല്ലാത്തിനും ഗുണദോഷം, എല്ലാത്തിനും മുട്ടിന് ഉപദേശം. ഇപ്പോഴത്തെ ഇഷ്ടമല്ല. പഴയ കഥ പറയാൻ പറ്റത്തില്ല, തുടങ്ങിയെന്ന് പറയും. തുടങ്ങി. ദാറ്റ്സ് എ മേജർ നോ വെൻ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈക്വൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. ഞാൻ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളൊരു യോഗം വിളിക്കുക എന്ന് പറഞ്ഞാൽ, ഈ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പങ്കെടുക്കുന്ന എല്ലാവരും ഒന്നിച്ച് ചിന്തിക്കുക എന്നാണ്. ഞാൻ പറയും, നീ കേൾക്കും, അതല്ല യോഗം. അപ്പോൾ യോഗത്തിന് വന്നിരിക്കുമ്പോൾ ഒരാൾ ഒരു സംശയം ചോദിക്കണം എന്ന് അഭ്യർത്ഥിച്ചാൽ ദർ ആർ സെവറൽ വേസ് ടു ഡീൽ വിത്ത് ഇറ്റ്. അപ്പം ആൻസർ ചെയ്യണ്ടല്ലോ. അത് പറ്റുകയില്ല. 100 കണക്കിന് ആളിരിക്കുന്നിടത്ത് പറയുക, ഞാൻ സംസാരിച്ചതിന് ശേഷം, ഇല്ലെങ്കിൽ എഴുതി തന്നേക്കും. ദാറ്റ് ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും അയാൾ നമ്മുടെ പക്ഷത്തേക്ക് വന്നല്ലോ, അയാൾ ഹാപ്പി ആയല്ലോ. എഴുതി അങ്ങോട്ട് കൊടുത്തേച്ച് കഴിഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത ചോദ്യം മൂപ്പര് മനസ്സിലാക്കി, മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിൽ ദാറ്റ്സ് എ വേ ജനറലി ദ പൊളിറ്റീഷ്യൻസ് ഹാൻഡിൽ ഇറ്റ്. സോ ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഷുഡ് ബി നോട്ട് ബി ഡൺ. മനസ്സിലാവുന്നില്ല അതെന്താണ്. ഞാൻ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാനിപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ആശങ്ക എനിക്കുണ്ട്. 2 തരത്തിലാണ്. ഒന്ന് ഇവരെല്ലാവരും ഇപ്പോൾ ഈ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരുന്ന മനോരമയും ഏഷ്യാനെറ്റും അടക്കമുള്ള മാധ്യമങ്ങൾ പോലും അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ഈ പെയ്ഡ് ക്യാമ്പയിന് ഭാഗമാവുന്ന തോന്നൽ എനിക്കുണ്ട്. 1. 2, ഈ ടെലിവിഷൻ സംസ്കാരം അടിമുടി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ചാനൽ, ഞാനെടുത്ത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയാം, ഞാൻ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതാണ്, റിപ്പോർട്ടർ ചാനൽ. അങ്ങേക്കത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് നമുക്ക് ഒരിക്കലും നമുക്കൊരു വേസ്റ്റ് സിനോറിയയിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് മാധ്യമപ്രവർത്തനത്തെ മാറ്റിയിരിക്കുന്നു. എന്ത് ചെയ്യും നമ്മുടെ ഈ സമൂഹം, ഈ മാധ്യമം? വളരെ ഗ്രേവ് സിറ്റുവേഷനാണ്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. ഇനി അടുത്ത റൗണ്ട് ഓഫ് ഇലക്ഷൻസ് വരുമ്പോഴേക്കും സഫിഷ്യൻറ്റ് മണി പവറുള്ള ഒരു പാർട്ടി ഇൻ പവറോ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റോ മറ്റോ മാധ്യമങ്ങളുടെ ഓണർഷിപ്പ് 2 മാസത്തേക്ക് റെൻറ്റിന് എടുക്കുമെന്ന് പോലും എനിക്ക് പേടിയുണ്ട്. സംഭവിക്കാമല്ലോ. കരാറിലെത്താമല്ലോ. പ്രധാന മാധ്യമങ്ങളിലെല്ലാം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ എഡിറ്റ് പേജ് 4 പേജുകൾ ഞാൻ തരും. മാധ്യമത്തിൻ്റെ പ്രവർത്തന ചെലവ്, ഈ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി ഇറ്റ് ഈസ് ദ എക്സ്പെൻസ് കോസ്റ്റ് ദാറ്റ് ഗോസ്. ഇപ്പോൾ ഒരു പരിധി വരെ ഇതെത്തി അല്ലേ. ഇപ്പം നേരത്തെ ഈ എല്ലാ പത്രങ്ങളിലും സർവേകളെല്ലാം ഇടതനുകൂലം പറഞ്ഞൊരു വാർത്ത എല്ലായിടത്തും വന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ പരസ്യമാണ്. അത് ഏറ്റവും വലിയൊരു അൺഎത്തിക്കലായ കാര്യമല്ലേ. ഞാനൊരു വാർത്ത
ഒരു അഡ്വർടൈസറിൻ്റെ നിന്ന് പണം എടുത്തുകൊണ്ട് അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് സൂചിപ്പിക്കാതെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു മീഡിയയിലും അത് എൻകറേജ്ഡ് അല്ല. അത് ഇൻ്റർനാഷണലായിട്ട് ഇപ്പോൾ യു ആർ റീഡിങ് ഓൾ ദി ഇൻ്റർനാഷണൽ പേപ്പേഴ്സ്, അതിലെ ഒരു റിപ്പോർട്ടർ ഒരു വാർത്ത കൊടുക്കുമ്പോൾ വാർത്ത തന്ന ആൾ പിന്നെ സബ്സ്റ്റാൻഷ്യൽ അയാൾ ട്രാൻസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അടിയിൽ ബ്രാക്കറ്റിലിടും ട്രാൻസ്പോർട്ട് ടു ദ സൈറ്റ് വാസ് പ്രൊവൈഡഡ് ബൈ, അല്ലേ? ഞാൻ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഇൻഷുറൻസ് അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട മൊബൈൽ ഫോൺ വാങ്ങുന്നതായിരിക്കും ഈ കൊടുക്കുന്നത്, ഏറ്റവും നല്ലതാണ്. ഇത് കൊടുക്കും, എന്നിട്ട് അടിപ്പടിയും ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടും എന്ന് എഴുതി അത് ഡിക്ലെയർഡ് ആണ്. അപ്പോൾ നമ്മുടെ അഡ്വർടൈസിങ് ലോസ് നോംസ് ഇതൊക്കെ വളരെ വീക്കായിട്ടാണ് കാണിക്കുന്നത്. അത് ഏത് എക്സ്റ്റെൻറ്റ്, ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ട്രസ്റ്റ് നോ മീഡിയ. ഞങ്ങളെ വിശ്വസിക്കും. നിങ്ങൾ അഡ്വർടൈസിങ് എടുക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കേസ്. ഞങ്ങൾ എടുക്കുന്നില്ല. മറ്റ് ബയസുകൾ ചിലപ്പോൾ വരുന്നുണ്ടാവും, നിങ്ങളുടെ എഡിറ്റോറിയൽ ബയസുകൾ വരുന്നുണ്ടാവും. ബയസ് ഒന്നുമില്ല. അതായത് ഈ ഞങ്ങൾക്കൊരു നമ്മുടെ ഒരു വ്യത്യാസം, ഞാൻ ബ്രിട്ടീഷ് പത്രങ്ങളെ കണ്ടതാണ്. ഇവിടെ നമ്മൾ മനഃപൂർവ്വം ഇവരൊരു നിഷ്പക്ഷത എന്ന് പറയുന്നത് കാണിക്കാൻ ശ്രമിക്കും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമ്മൾ. പക്ഷെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നത് ഈ ഡേവിഡ് കാമറോൺ രണ്ടാമത് മത്സരിക്കുമ്പോൾ ഡേവിഡ് കാമറോണിന് ഡ്രാക്കുളയുടെ ചിത്രമാക്കി ഭയങ്കര സ്കെച്ചിങ്, എന്നിട്ട് അത് 1ാം പേജ് പടം കൊടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് അന്ന്. ഇയാളെ സൂക്ഷിക്കുക, അതാണ് നമ്മുടെ പോളിസി. ഇടതുമുന്നണിയെ എതിർക്കാനാണ് നമ്മുടെ പോളിസിയെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ നമ്മൾ സർവേ നമ്മൾ മര്യാദ കാണിക്കും. ജനങ്ങളുടെ അഭിപ്രായം പറയുമ്പം എൻ്റെ ഇഷ്ടം, ഞാനിപ്പോൾ ഞങ്ങളുടെ സർവേ വരാൻ പോകും, എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ സർവേ വരാൻ പോകാം. സർവേ വരുമ്പോൾ LDF വീണ്ടും ഭരണമാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് നിർഭാഗ്യവശാൽ സർവേ 2021 അതായിരുന്നു. സർവേ ഇടതുപക്ഷം എനിക്ക് അനുകൂലമായിരുന്നു, ഞങ്ങൾ അവർക്കെതിരായിരുന്നു. എനിക്ക് പ്രാർത്ഥന മുഴുവൻ ഒരു വരരുന്നാണ്, പക്ഷേ സർവേ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഈ അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. അതിനെന്തെങ്കിലും ഒരു നിയമമോ എന്തെങ്കിലും വരേണ്ടി വരും. അത് ഒരു വെക്സേസ് ഇഷ്യൂ ആണ്. കാരണം ഡിജിറ്റൽ മീഡിയയെ കൺട്രോൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന എല്ലാ സംഗതികളും മീഡിയ വല്ലാതെ എതിർത്തു. ചാനലുകളെ കൺട്രോൾ ചെയ്തപ്പോൾ സെൽഫ് കൺട്രോൾ മതിയെന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ്. ഇതിൻ്റെ ഒരു പ്രശ്നം, സ്റ്റേറ്റിന് റോൾ വളരെ കുറവാണ്. ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഒരു കേന്ദ്ര സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ കയറിയിരിക്കുന്നതുകൊണ്ട് ഇത് ഡെഡ്ലിയാണ്. ഒരു രക്ഷയില്ല. നിങ്ങൾ ചെയ്യാത്ത ക്രൈമൊക്കെ നിങ്ങൾ ചെയ്തതായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന്. ഇപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു തിരുവനന്തപുരത്ത്, അതായത് ഒരു AI സംബന്ധമായൊരു മാർക്കറ്റിംഗ് കമ്പനി തിരുവനന്തപുരത്ത് വന്നിട്ട്, വിശ്വസിക്കാവോന്നറിയില്ല, പ്രധാനപ്പെട്ട ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ക്യാമ്പയിൻ ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുകയാണെന്ന്. അവസാനത്തെ 48 മണിക്കൂർ എതിരാളികളെക്കുറിച്ച് ഭയങ്കരമായ മഡ്സ്ലിങ്ങിങ്, അവരുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, നിങ്ങൾ പറയുന്ന എന്ത് സാധനവും അത് കേരളത്തിൽ നിന്ന് ഫേസ്ബുക്കിലുള്ള എല്ലാവർക്കും നിങ്ങൾ നിശ്ചയിക്കുന്ന നിരക്കിൽ നിശ്ചയിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഡയറക്റ്റ് ചെയ്ത് എത്തിച്ചു കൊടുക്കും. അതിൻ്റെ തുകയും പാക്കേജും അതിനെന്തോ അവരുടെ അതിന് അൽഗോരിതവും ഇതുമൊക്കെ ഉണ്ട് പോലും. അത് ചെയ്തു കൊടുക്കാനായിട്ട് അവസാനത്തെ 48 മണിക്കൂറിന് ഇത്ര കോടി രൂപയുടെ ഒരു പാക്കേജ് ഒരു ടീം തിരുവനന്തപുരത്ത് വന്ന് ഡിസ്കസ് ചെയ്യുകയാണെന്ന് വളരെ വിശ്വാസയോഗ്യമായിട്ട് ഒരാൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് എന്തിനെ വിശ്വസിക്കാൻ പറ്റും? ഇതെല്ലാം തിരിച്ചറിയാൻ വിവേകം ജനങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതേ പറ്റുള്ളൂ. വൺ തിങ് ഈസ് ദാറ്റ് വി ക്യാൻ ട്രസ്റ്റ് ദി ജഡ്ജ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ. അത് കേരളത്തിലല്ലെങ്കിൽ പിന്നെ എവിടെയാണ്? ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്ന്, വിദ്യാഭ്യാസവും വിവേകവും ഉള്ള ജനതയാണെന്നല്ലേ പറയുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ഹാവിങ് മീ.